സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ചില ദിവസങ്ങൾക്ക് ശേഷമായിട്ടാണ് ലൈവിൽ വരുവാൻ ഇടയായത്. പല തിരക്കുകൾ കാരണമായിട്ടാണ് ലൈവിൽ വരുവാൻ കഴിഞ്ഞില്ല. എങ്കിലും കർത്താവ് നൽകിയൊരു ദൂതുമായി വീണ്ടും ലൈവിൽ വരുവാൻ കർത്താവ് നല്ലൊരു സാവകാശം നൽകിയിരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. എല്ലാവരെയും കർത്തനാമത്തിൽ ഈ ലൈവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പകലത്തെ ഈ സന്ദേശം എല്ലാവർക്കും അനുഗ്രഹമായി മാറും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവം നൽകിയിരിക്കുന്ന ദൂത് ഇന്ന് പകൽ ഈ ലൈവിലൂടെ നിങ്ങളോട് അറിയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നിശ്ചയമായും വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ സന്ദേശത്തെ നിങ്ങൾ കേൾക്കുമ്പോൾ, ഈ സന്ദേശത്തെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും. കർത്താവ് ഇന്ന് പകൽ നമുക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെടുക്കട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തിയെ തടയുവാൻ ഒരു ശക്തികൾക്കും സാധ്യമല്ല. നാം വിശ്വസിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നാമാകുമ്പോൾ തീർച്ചയായും ആ വിശ്വാസം ഒരിക്കലും നമുക്ക് പരാജയമായി മാറത്തില്ല. മറിച്ച് നാം കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രതീക്ഷയോടുകൂടെ ആകുമ്പോൾ ആ വിശ്വാസം പലതും നമുക്ക് നേടി തരുവാൻ ഇടയാകും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നാം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വചനവുമായി ഈ ലൈവിലായി ആകുമ്പോൾ അത് നമുക്കേറെ അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും. വിശ്വാസത്തോടു കൂടെ ഇന്ന് പകൽ ഈ ലൈവിലാകാം, ഈ സന്ദേശം ശ്രദ്ധിക്കാം. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽ തീർച്ചയായും കർത്താവ് നമുക്ക് വിടുതൽ നൽകുവാൻ ഇടയാകും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. യേശുവിൻ്റെ പ്രത്യേകത നാം മനസ്സിലാക്കുന്നത് പ്രകാരമാണ്. യേശുവിൻ്റെ അരികിൽ ആര് വരുന്നോ, യേശുവിനോട് ആര് പ്രാർത്ഥിക്കുന്നു, അവരെ കർത്താവ് സഹായിക്കും. യേശുവിനോട് അപേക്ഷിക്കുന്നവരെ യേശു ഉപേക്ഷിക്കാറില്ല. യേശുവിൻ്റെ അടുത്ത് വന്ന രോഗികളെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. യേശുവിൻ്റെ അരികിൽ വന്ന വ്യക്തികളെ യേശു സഹായിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യേശുവിന് മുഖപക്ഷമില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാവർക്കും വേണ്ടി ഒരുപോലെ കരുതുകയും ചെയ്യുന്ന ഒരുവനാണ് കർത്താവായ യേശു.
യേശു എപ്പോഴും ആഗ്രഹിക്കുന്നത് നാം സന്തോഷം അനുഭവിക്കണം, നാം സമാധാനം അനുഭവിക്കണം, ദൈവ സ്നേഹത്തിൽ കഴിയണം, ഉയർച്ച പ്രാപിക്കണം, വിടുതൽ പ്രാപിക്കണം. ഇതാണ് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ആഗ്രഹം പോലെ നാം യേശുവിനോടൊരു കാര്യം അപേക്ഷിച്ചാൽ തീർച്ചയായും യേശു അത് ചെയ്തു തരും. ഇന്ന് പകൽ പ്രതീക്ഷയോട് കൂടെ യേശുവിന്റെ സന്നിധിയിൽ നാം ആകുന്നുവെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മെ സഹായിക്കാനിടയാണ്. യേശു വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നാം ആകുന്നുവെങ്കിൽ തീർച്ചയായും കർത്താവ് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു കർത്താവിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവമുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുകയാണ്. നമ്മെ തന്നെ ദൈവത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. തീർച്ചയായും ഇന്ന് പകൽ കർത്താവ് നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ നമുക്ക് വേണ്ടി കർത്താവ് നിശ്ചയമായി ചെയ്യും. വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധി നമുക്കാകാം. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്ന് കർത്താവിന്റെ സന്നിധിയിലാകാം. കർത്താവാൻ കാര്യങ്ങളുണ്ട്. പിശാചിന്റെ എല്ലാ മുഖങ്ങൾ ഇന്ന് പകൽ തകർക്കപ്പെടട്ടെ. ദൈവപ്രവൃത്തി ഇന്ന് പകൽ നമ്മുടെ മേൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുകയാണ്.
ഇവിടെ നാം കാണുന്നത് അനന്തരം യഹോവയുടെ ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസറിനായ യോവാഷിന്റെ കരുവേലത്തിന് കീഴെ ഇരുന്ന് അവന്റെ മകനായ ഗിദയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരി ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇത് ആരെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണെന്ന്. ഗിദയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. അദ്ദേഹം ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുക. ഗോതമ്പ് മെതിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അദ്ദേഹം ഭയത്തോടു കൂടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഭയത്തോടു കൂടെ. കാരണം മിദ്യാന്യര് ഈ മനുഷ്യനെ കാണരുത്. മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരി ചക്കിന് അരികെ വെച്ച് ഈ ഗോതമ്പ് മെതിക്കുകയാണ്. അപ്പോൾ ഭയത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തി, ഭയത്തിന്റെ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ നോക്കി സർവശക്തനായ ദൈവം വിളിച്ച പേര് അല്ലയോ പരാക്രമശാലിയെ, അല്ലയോ പരാക്രമശാലിയെ. അപ്പം മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ ദൈവം ഹൃദയത്തെ ശോധന ചെയ്യുന്നു. ദൈവം ഹൃദയത്തെ ശോധന ചെയ്യുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കിയാൽ അദ്ദേഹം ഭയത്തോടെ നിൽക്കുകയാണ്. ഭയത്തോടെയാണ് നിൽക്കുന്നത്. പക്ഷെ ഭയത്തോടെ നിൽക്കുന്ന മനുഷ്യൻ, ദൈവം ആ മനുഷ്യനെ കാണുന്നത് ഒരു ഭീരുവായിട്ടല്ല, ഒരു പരാക്രമശാലിയായിട്ടാണ്. ഇന്ന് പോലെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ യേശു കാണുന്നത് ഒരു ഭീരുവായിട്ടല്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ നിങ്ങൾ ഒതുങ്ങിയിരിക്കുകയായിരിക്കാം, ക്ഷീണിച്ചിരിക്കുകയായിരിക്കാം. ജെ ഹെവൻലി ഗ്രൂപ്പ് കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നത് ഒരു പരാക്രമശാലിയായിട്ടാണ്, ഒരു കൂട്ടത്തിന്റെ ജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്, ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. കഴിവോ പ്രാപ്തിയോ ഒന്നും കാണത്തില്ലായിരിക്കും. പക്ഷേ കർത്താവ് നിങ്ങളെ ഉപയോഗിച്ചാൽ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ കർത്താവ് നിങ്ങളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഈ വചന അടിസ്ഥാനത്തിൽ ഞാൻ ആലോചന കൈമാറുകയാണ്. ഈ ദൂത് ഇപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഗിദയോനെ പോലെ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഗിദയോൻ ദൈവം തന്നെ കാണുന്നില്ല, അറിയുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് പേടിച്ച് നോക്കുന്നത്. പക്ഷെ ആ ഗിദയോന്റെ അരികിൽ ദൂതൻ വന്ന് സംസാരിക്കുന്നത് പോലെ ഇന്ന് പകൽ ഹെവൻലി ഗ്രൂപ്പ് നിങ്ങൾ വിശ്വസിച്ചോ, ഈ ദൂത് നിങ്ങളെ ശക്തിപ്പെടുത്തുവാനുള്ള ദൂതാണ്. ഈ വചനങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു വലിയ കാര്യം സ്വർഗം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള വഴികൾ ഈ ദിവസങ്ങൾ തന്നെ കർത്താവിന്റെ മുന്നിൽ തുറന്നു നൽകണം. വിശ്വസിച്ചോ, ദൈവത്തിന്റെ മഹത്വം നിശ്ചയമായി നിങ്ങളുടെ മേൽ സംഭവിച്ചിരിക്കും. വിശ്വസിച്ചോ, ഒരു ഗിദയോനെ പോലെ തന്നെ കർത്താവ് കരങ്ങളിൽ ശക്തമായി നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ്. ചില ചോദ്യങ്ങളുടെ മുന്നിൽ, ചില സാഹചര്യത്തിന്റെ മുന്നിൽ മനസ്സ് ക്ഷീണിച്ചവനായി, ഭാരം അനുഭവിച്ചവനായി നിൽക്കുകയായിരിക്കാം. പക്ഷേ ഭയപ്പെടേണ്ട, യേശു നിങ്ങളെ കണ്ടിട്ടുണ്ട്. യേശു കണ്ടിട്ടുള്ളത് കൊണ്ട് ഇന്ന് പകൽ ഈ വചനത്തിലൂടെ നിങ്ങളുടെ മേൽ ഒരു ശക്തിയെ കർത്താവ് പകരുകയാണ്, ഒരു അധികാരത്തെ പകരുകയാണ്. ഭയനിന്ന ഗിദയോനെ കരത്തിൽ ഉപയോഗിച്ചതുപോലെ ഈ ദിവസങ്ങൾ ഒരു വലിയ ജയത്തിലേക്ക് സ്വർഗം കൈ പിടിച്ച് കയറ്റുകയാണ്. വിശ്വസിച്ചു, കർത്താവ് അങ്ങനെ തന്നെ ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന്റെ അങ്ങനത്തെ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം ഇപ്പോൾ സംഭവിക്കുകയാണ്.
എല്ലാ ക്ഷീണാവസ്ഥകളും മാറിപ്പോകട്ടെ, എല്ലാം അസ്വസ്ഥകളും മാറിപ്പോകട്ടെ. ഒരു അടയാള സഹിതം ഗിദെയോൻ ഒരു അടയാള സഹിതം കർത്താവ് ഉറപ്പിച്ചതുപോലെ കർത്താവ് ഹെവൻലി ഗ്രൂപ്പ് J&J ഹെവൻലി ഗ്രൂപ്പിനെ കർത്താവ് ഒരു അടയാള സഹിതം നിങ്ങൾ ഉറപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളൊരു വലിയ കൂട്ടത്തിന്റെ ഒരു ജയത്തിലേക്ക്, വലിയ കൂട്ടത്തെ ജയത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, മാന്യത്തിലേക്ക് കൈപിടിച്ച് കയറ്റുവാനായി ദൈവം നിങ്ങളെ കരത്തിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അതിന് വിരോധമായി നിൽക്കുന്ന പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളും ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറട്ടെ. അതിന് വിരോധമായ എല്ലാ മേഖലയും ഇപ്പോൾ തന്നെ ഉടഞ്ഞു പോകട്ടെ. ഗിദെയോൻ അല്പജനം കൊണ്ട് 300 പേരെ കൊണ്ടാണ് ഗിദെയോൻ ജയം നേടിയതുപോലെ കൂടത്തിൽ വളരെ കുറച്ചു പേരെ കാണത്തുള്ളൂ. പക്ഷേ ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തികൾ കാണാൻ പോവുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചു. ഒരു ഗിദെയോന്റെ മേൽ ഒരു ജയം സംഭവിച്ചതുപോലെ നിങ്ങളുടെ മേൽ ഒരു ജയം കർത്താവ് നൽകാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ അത് വെളിപ്പെടും. പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും, പ്രതികൂലം എത്ര വലുതാണെങ്കിലും അതൊന്നും കാര്യമാക്കേണ്ട. കരം പിടിച്ചിരിക്കുന്നത് ദൈവമാണ്, തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവമാണ്. ഈ ദൂത് കൈമാറുന്നത് യേശുവാണ്. യേശു ദൂത് കൈമാറുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. യേശു കൂടെ ഉണ്ടെങ്കിൽ ഒരു ഫറവോന് ശക്തികൾക്കും, ഒരു അമാലേക്ക് ശക്തികൾക്കും, ഒരു ഹാമാന്യ ശക്തികൾക്കും നിങ്ങളെ ജയിക്കുവാൻ കഴിയത്തില്ല. ഈ വചനാടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഒരു മിഥ്യാന്യ ശക്തികൾക്കും നിങ്ങളെ ജയിക്കുവാൻ കഴിയത്തില്ല. അതുപോലത്തെ ഒരു അഭിഷേകമാണ് ഇപ്പോൾ സ്വർഗം ഈ വചനത്തിലൂടെ നിങ്ങളുടെ മേൽ കൈമാറുന്നത്. ദൈവത്തിന്റെ അത്ഭുതം സംഭവിക്കട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. യെസ്, ആമീൻ. അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. ഒരു അസാധാരണമായ ഒരു കാര്യത്തിന് വേണ്ടി കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ചോദ്യങ്ങൾ പലതും നിങ്ങൾ ചോദിച്ചു, ദൈവത്തോട് പല കാര്യങ്ങൾ ചോദിച്ചു. ഗിദെയോൻ ചോദിച്ചതുപോലെ, ഗിദെയോന്റെ ഉള്ളിൽ ചിന്തകൾ വന്നതുപോലെ പല ചിന്തകൾ വന്നു കാണും. പക്ഷെ ഇന്ന് കർത്താവ് ഉറപ്പ് നൽകുകയാണ്, പരാജയത്തിന് വേണ്ടിയല്ല കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഒരു ജയത്തിന് വേണ്ടിയാണ് കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ വിജയം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ണാലെ കാണാൻ പോവുകയാണ്. അത് നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ആ സന്തോഷം, ആ മഹാസന്തോഷം ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്. ആർക്ക്? ഭയന്ന് നിൽക്കുന്ന ഗിദെയോന്റെ മുന്നിൽ പ്രത്യക്ഷനായി, പേടിച്ചു നിൽക്കുന്ന ഗിദെയോന്റെ മുന്നിൽ പ്രത്യക്ഷനായി. എന്നിട്ട് വിളിക്കുന്ന പേരാണ് നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്നത്. പേടിച്ചു നിൽക്കുന്ന വ്യക്തിയെ നോക്കി പരാക്രമശാലി എന്ന് വിളിക്കണമെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് കാണുന്നത്. ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് കാണുന്നത്. പുറമേ ഉള്ളത് മനുഷ്യൻ നോക്കി വിധിക്കുമ്പോൾ ഹൃദയത്തെ കാണുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവത്തിന് മനസ്സിലായി ഇപ്പോൾ അവൻ ഭയപ്പെട്ടു നിൽക്കുന്നതിന്റെ കാരണം അവന്റെ കൂടെ ആരുമില്ല എന്നുള്ള ചിന്തയാണ്. അവൻ പലതിനും സ്റ്റെപ്പ് വെക്കാത്തതിന്റെ കാരണം ആരും അവനെ സഹായിക്കാനില്ല എന്നുള്ള ചിന്ത അവനെ ഭരിക്കുന്നത് കൊണ്ടാണ് അവൻ പേടിച്ചു നിൽക്കുന്നത്. പക്ഷെ ഒരുവൻ അവന്റെ കൂടെ നിൽക്കാനുണ്ടെങ്കിൽ അവൻ ധൈര്യത്തോടെ സ്റ്റെപ്പുകൾ വെക്കുമെന്ന് ദൈവത്തിന് നല്ല ഉറപ്പായി. അതുകൊണ്ടാണ് ദൂതൻ കൃത്യം ഈ മനുഷ്യന്റെ അരികിൽ തന്നെ വന്നു. ദൂതൻ അവന് പ്രത്യക്ഷനായി എന്ന് പറയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഉറപ്പ് നൽകുകയാണ്. നീ ഭയത്തോടെ ഇരിക്കുന്നെങ്കിലും ആ ഭയത്തെ മാറ്റുവാൻ വേണ്ടി ആദ്യത്തെ ഉറപ്പ് നൽകുകയാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട്. കാരണം യഹോവയെ കുറിച്ച് നല്ല പരിചയം ഗിദെയോനുണ്ട്. കാരണം പിതാക്കന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഗിദെയോൻ അറിയാം. അത് താഴോട്ട് വായിച്ചു വരുമ്പോൾ ഗിദെയോൻ പറയുന്നുണ്ട്, ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ
നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗിദെയോൻ നല്ല ഉറപ്പാണ്, മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് യഹോവ പിതാക്കന്മാരെ വിടുവിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലകളിൽ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങൾ ഒന്ന് നമ്മൾ ഓർത്താൽ നമുക്കറിയാം, ആ ദൈവം കൂടെ ഉണ്ടെങ്കിൽ അതേ അത്ഭുതങ്ങളും അതേ വിടുതലുകളും അതേ സംഭവങ്ങളൊക്കെ ഇന്നും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോൾ ഗിദെയോൻ ചിന്തിച്ചിരിക്കുന്നത്, ആമേൻ, ഇസ്രായേൽ മക്കളെ ദൈവം മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് യഹോവ നമ്മളെ മറന്നു കളഞ്ഞത് കൊണ്ടാണ്, ഉപേക്ഷിച്ച് കളഞ്ഞത് കൊണ്ടാണ് എന്നൊരു തെറ്റായ ചിന്ത ഗിദെയോന്റെ മനസ്സിൽ കിടക്കുകയാണ്. ഇന്ന് വലിയ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ചില തെറ്റിദ്ധാരണകളെ കർത്താവ് അപ്പാടെ എടുത്ത് മാറ്റാൻ പോവുകയാണ്. ആ തെറ്റിദ്ധാരണ മാറിയാൽ പ്രതീക്ഷിക്കാത്തൊരു വിജയം, പ്രതീക്ഷിക്കാത്തൊരു ജയം നിങ്ങളുടെ മേൽ സംഭവിക്കാൻ ഇടയാകും. ഇന്ന് പകൽ ചില തെറ്റിദ്ധാരണകൾ മാറിപ്പോകുമ്പോൾ ഒരു വലിയ വിജയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ ഇടയാകും. അതാണ് പറയുന്നത്. ഗിദെയോൻ അവനോട് പറയുകയാണ്, ദൂതനോട് പറയുകയാണ്, അയ്യോ യജമാനനെ, യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുന്നതെന്ത്? അപ്പോൾ യഹോവ കൂടെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ അടിമകളായിട്ട് ജീവിക്കത്തില്ല, നമ്മൾ മിദ്യാന്യരുടെ കീഴിൽ അടിമയായിട്ട് നിൽക്കേണ്ടി വരത്തില്ല, അതിന്മേലൊരു ജയം സംഭവിക്കുമെന്ന് ഗിദെയോന് നല്ലപോലെ അറിയാം. യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതമൊക്കെയും എവിടെ? ആ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് ആ യഹോവയാണ് എന്ന നല്ല ബോധ്യം ഗിദെയോനുണ്ട്. അപ്പൊ ഗിദെയോൻ ഒന്നും അറിയാതെ അല്ല ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഗിദെയോൻ അറിയാം, യഹോവ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പരാജയം ഉണ്ടാകത്തില്ല, യഹോവ കൂടെ ഉണ്ടെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കത്തില്ല, യഹോവ കൂടെ ഉണ്ടെങ്കിൽ ശത്രുക്കൾ ജയം പ്രാപിക്കത്തില്ല എന്ന് വ്യക്തമായ ഒരു ബോധ്യം ഗിദെയോന് ഉള്ളിലുണ്ട്. പക്ഷെ ഗിദെയോന് ചില തെറ്റിദ്ധാരണകളാണ് ഇപ്പോൾ ഗിദെയോൻ ഭയത്തോടെ ഇരിക്കുന്നത്. ആ തെറ്റിദ്ധാരണ മാറിക്കഴിഞ്ഞാൽ ഗിദെയോൻ ഒരു പരാക്രമശാലി തന്നെയാണ്. ഗിദെയോന്റെ തെറ്റിദ്ധാരണ എന്താണ്? യഹോവ ഉപേക്ഷിച്ചു കളഞ്ഞു, യഹോവ ഉപേക്ഷിച്ചു കളഞ്ഞു. യഹോവ ഉപേക്ഷിച്ചാൽ ശരിയാണ്, നഷ്ടമുണ്ടാകും. യഹോവ ഉപേക്ഷിച്ചാൽ പിശാച് നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. യഹോവ ഉപേക്ഷിച്ചാൽ നമ്മുടെ സന്തോഷം നഷ്ടമായി പോകും. യഹോവ ഉപേക്ഷിച്ചാൽ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കും. യഹോവ ഉപേക്ഷിച്ചാൽ നമുക്ക് ജയിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഗിദെയോനറിയാം, യഹോവ കൂടെ ഉണ്ടെങ്കിൽ ജയം നമ്മുടെ പക്ഷത്താണ്. യഹോവ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മേലാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. യഹോവ കൂടെ ഉണ്ടെങ്കിൽ ശത്രുക്കൾക്ക് നമ്മുടെ മേൽ ജയം എടുക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ആ ബോധ്യം ഗിദെയോന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ദൂതൻ നേരിട്ട് വന്ന് ആ ഹൃദയത്തെ മനസ്സിലാക്കി അതേ സന്ദേശം കൈമാറുകയാണ്. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. നീ തെറ്റിദ്ധരിച്ചിരിക്കുന്ന കാര്യമല്ല ശരി, അത് വെറും തെറ്റിദ്ധാരണയാണ്. നിന്റെ കൂടെ യഹോവയുണ്ട്, നിന്റെ കൂടെ യഹോവയുണ്ട്. ഇപ്പോഴത്തെ പരാജയങ്ങൾ കണ്ട് ചിന്തിക്കരുത് യഹോവ മറന്നു കളഞ്ഞു. ഇപ്പോഴത്തെ നഷ്ടങ്ങൾ കണ്ട് ചിന്തിക്കരുത് യഹോവ ഉപേക്ഷിച്ചു കളഞ്ഞു. അങ്ങനെ ചിന്തിക്കരുത്, അത് പിശാചിന്റെ തന്ത്രമാണ്. നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനുള്ള ആ മഹാസന്തോഷത്തെ, നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനുള്ള ആ വലിയ നന്മ നിങ്ങൾ പ്രാപിക്കാതിരിക്കേണ്ടതിന് പിശാചിന്റെ തന്ത്രമാണ് നിങ്ങളെ കർത്താവ് മറന്നു കളഞ്ഞു, നിങ്ങളെ കർത്താവ് ഉപേക്ഷിച്ചിരിക്കുന്നു, കർത്താവ് നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് പിശാച് ഇട്ടിരിക്കുന്നത്. അവര് കൂടോത്രം ചെയ്തത് കൊണ്ടാണെന്ന്, ആ വ്യക്തി ഇന്നത് ചെയ്തത് കൊണ്ടാണെന്ന് പല കാരണങ്ങൾ പിശാച് കൊണ്ടിട്ടിട്ട് പലരുമായിട്ട് നമുക്ക് ശത്രുത കൊണ്ട് ഇടുന്നത് പിശാചിന്റെ തന്ത്രമാണ്. പ്രിയമുള്ളവരെ, യേശു നമ്മളെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയത്തില്ല. യേശു ഒരിക്കലും നമ്മളെ തള്ളിക്കളയത്തില്ല. ലോകത്തിന്റെ അവസാനത്തോളം നമ്മോട് കൂടെ ഉണ്ടാകുമെന്ന്
ഉറപ്പ് നൽകിയവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരു രാഷ്ട്രീയക്കാരൻ നൽകുന്ന പോലുള്ള ഉറപ്പല്ല, ഒരു ഉന്നതന്മാർ നൽകുന്നത് പോലുള്ള ഉറപ്പല്ല. അവര് സാഹചര്യവശാൽ അവർ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അവർ വാക്ക് പറഞ്ഞാൽ മാറ്റിക്കളയുവാൻ സാധ്യതയുണ്ട്. യേശു അങ്ങനെയല്ല. യേശു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. യേശു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. യേശു പൂർണ്ണമായി നമ്മൾ വിശ്വസിച്ചാൽ ഏത് പ്രതികൂലത്തെയും മാറ്റിക്കൊണ്ട്, ഏത് പ്രതിസന്ധികളെയും മാറ്റിക്കൊണ്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വള്ളി പുള്ളി തെറ്റാതെ അത് നമ്മുടെ മേൽ സംഭവിപ്പാൻ ഇടയാകും. ഇതുവരെ ഈ ദൂത് കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളോട് കർത്താവ് എന്തെങ്കിലും വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആലോചന കൈമാറിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ദൂതുകൾ കർത്താവ് നൽകിയിട്ടുണ്ടെങ്കിൽ, അത് ഇതുവരെയായിട്ട് സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ ലൈവിലൂടെ ഒരു ഉറപ്പ് വീണ്ടും നൽകുകയാണ്. അത് നിങ്ങളുടെ മേൽ സംഭവിക്കുക തന്നെ ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് ബലപ്പെടുത്തട്ടെ, കർത്താവിന്റെ സഹായം കൂടെ ഇരിക്കട്ടെ. ഒരു ഗിദെയോന്റെ കൂടെ നിന്ന് ദൈവം ഗിദെയോനെ ജയത്തിലേക്ക് നയിച്ചതുപോലെ ഗിദെയോന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക്, വലിയൊരു ജയത്തിലേക്ക് ഗിദെയോനെ കൈപിടിച്ച് കയറ്റിയതുപോലെ സ്വർഗം പ്രിയ സിബിസാമിനെ ഉപയോഗിക്കട്ടെ. ഇപ്പോഴത്തെ പ്രതിസന്ധികൾ കണ്ട് ചിന്തിക്കരുത് കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞു, ഗിദെയോൻ പറയുന്നത് ഞങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞു. ഗിദെയോന്റെ ചിന്ത ദൈവം തള്ളിക്കളഞ്ഞത് കൊണ്ട്, ഉപേക്ഷിച്ചത് കൊണ്ടാണ് ഈ മിഥ്യാന്യരുടെ അടിമകളായിട്ട് നിൽക്കേണ്ടത് വരുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. ആ പദ്ധതിയിലേക്ക് കൈപിടിച്ച് കയറ്റുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഒരു ആലോചന കൈമാറുന്നത്. ഇതിനോട് പറയുകയാണ്, ഞാൻ യഹോവ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? കണ്ടോ, പല തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകളെല്ലാം കർത്താവ് ഇന്ന് പകൽ തുടച്ച് മാറ്റുകയാണ്. തെറ്റിദ്ധാരണകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ ലക്ഷ്യസ്ഥലത്ത് എത്തുകയില്ല. നമുക്ക് ശരിയായിട്ടുള്ള ധാരണ വേണം. ചിലർക്ക് തെറ്റിദ്ധാരണ കാണത്തില്ല, പക്ഷെ ശരിയായിട്ടുള്ള ധാരണ കാണത്തില്ല. എന്നാൽ ഇന്ന് പകൽ കർത്താവ് പറയുകയാണ്, ആ ശരിയായിട്ടുള്ള ധാരണ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം പരാജയത്തിലേക്കല്ല സ്റ്റെപ്പ് വെക്കുന്നത്, നമ്മൾ നഷ്ടത്തിലേക്കല്ല സ്റ്റെപ്പ് വെക്കുന്നത്. ശരിയായിട്ടുള്ള ധാരണയുമായി നാം മുന്നോട്ട് പോയാൽ നാം സ്റ്റെപ്പ് വെക്കുന്നതെല്ലാം നമുക്ക് അനുഗ്രഹമായി മാറുവാൻ ഇടയാകും. ഇങ്ങനെ പറയുകയാണ്, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിഥ്യാനുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അടുത്ത് പറയുകയാണ്, കേട്ടോ, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ. എപ്പോഴാണ് ഈ ബലം കൈമാറിയത്? ഇവിടെ ബലം കൈമാറിയതായിട്ട് ഒരു വാക്യവും പറയുന്നില്ല. അപ്പോൾ ഗിദെയോന്റെ മേൽ എപ്പോഴാണ് ഈ ബലം കൈമാറിയത്? പ്രിയമുള്ളവരെ, ഗിദെയോന്റെ ഉള്ളിൽ ഈ ബലം ഉണ്ടായിരുന്നു. ചില തെറ്റിദ്ധാരണകൾ കാരണം ആ ബലത്തെ വേണ്ടുപോലെ ഉപയോഗിക്കുവാൻ ഗിദെയോന് കഴിഞ്ഞില്ല. ചില തെറ്റിദ്ധാരണകൾ കാരണം ഗിദെയോൻ ഭയത്തോടെ ഒളിച്ചിരിക്കുക. ഇന്ന് ചില തെറ്റിദ്ധാരണകൾ കാരണം നിങ്ങൾ പല വിഷയത്തിൽ ഭയപ്പെട്ടിരിക്കുകയാണ്. ചില തെറ്റിദ്ധാരണ കാരണം നിങ്ങളുടെ മേലുള്ള അധികാരത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോവുകയാണ്. ചില തെറ്റിദ്ധാരണകൾ കാരണം ചില ലക്ഷ്യസ്ഥലത്ത് എത്തുവാൻ കഴിയാതെ പോവുകയാണ്. അത് പിശാച് തന്ത്രമാണ്. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിഥ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നിന്റെ പ്രശ്നത്തിൽ നിന്ന് നീ പുറത്തു വരും.
ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ കഷ്ടതയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ആ മാരാ രോഗത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ തലമുറ രക്ഷപ്പെടും. ഒരിക്കലും വഴി തുറക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ആ വിഷയത്തിൽ തന്നെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കും. കാരണം ഇവിടെ ഇതിനോട് പറയുകയാണ്, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. യേശുവാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. യേശുവാണ് നിങ്ങളെ അയക്കുന്നത്. യേശുവാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ആ യേശു നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ പരാജയത്തിന് നിങ്ങളുടെ അരികിൽ വരുവാൻ കഴിയത്തില്ല. പരാജയത്തിന് നിങ്ങളുടെ മേൽ നേടിടുവാൻ സാധ്യമാകത്തില്ല. കാരണം പരാജയത്തെ ജയമാക്കി മാറ്റിയവനാണ് നമ്മുടെ കൂടെയുള്ളവൻ. ലോകത്തെ ജയിച്ചവനാണ് നമ്മുടെ കൂടെയുള്ളവൻ. പിശാചിന്റെ തലയെ തകർത്തവനാണ് നമ്മുടെ കൂടെയുള്ളവൻ. ആ യേശു കൂടെ ഉള്ളപ്പോൾ നമുക്ക് പരാജയം സംഭവിക്കത്തില്ല. ആ യേശു കൂടെ ഉള്ളപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കത്തില്ല. ഇനി എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാലും അതിനെ കർത്താവ് ലാഭമാക്കി നമുക്ക് നൽകും. ലാഭമാക്കി നൽകും. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ അകത്ത് സ്വർഗം ഒരു ബലം നൽകിയിട്ടുണ്ട്, ഒരു അധികാരം നൽകിയിട്ടുണ്ട്, ഒരു അഭിഷേകത്തെ പകർന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കാനുള്ള സമയമായി കേട്ടോ. അത് ഉപയോഗിക്കാനുള്ള സമയമായി. നിങ്ങളുടെ അടിമത്വം അതിന്റെ കാലാവധി തീർന്നിരിക്കുകയാണ്. നിങ്ങൾ സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. എന്തിനാണോ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നത്, എന്തിനാണോ യേശു നിങ്ങളെ കണ്ടത്, എന്തിനാണോ യേശു നിങ്ങളെ തെരഞ്ഞെടുത്തത്, അത് നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോവുകയാണ്. അത് നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോവുകയാണ്. യേശുവിന്റെ പദ്ധതി നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് പല വിഷയത്തിൽ ചിന്തിച്ച് ഭയത്തോടെ, ടെൻഷനോടെ, അസ്വസ്ഥനായിട്ട് പല ചോദ്യങ്ങൾ മനസ്സിൽ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം. എന്നാൽ ഇന്ന് അതിനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഒരു പുതിയ മേഖലയിലേക്ക് കർത്താവ് നിങ്ങളെ കൈപിടിച്ച് കയറ്റാൻ പോകും. ഒരു പുതിയ മേഖലയിലേക്കുള്ള ഡോറ് ഇന്ന് വലിയ സന്ദേശത്തിലൂടെ സ്വർഗം തുറക്കുകയാണ്. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം. നീ ഇസ്രായേലിനെ മിഥ്യാനുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഈ മിഥ്യാനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ, ഈ മിഥ്യാനും അബ്രഹാമിന്റെ മകനായിട്ട് വരും. അബ്രഹാമിന്റെ ഭാര്യയായ സാറ മരിച്ചു കഴിഞ്ഞ് അബ്രഹാം മറ്റൊരു വിവാഹം കഴിച്ചു. ആ ഭാര്യയുടെ പേരാണ് കെതൂറ. കെതൂറയിൽ ജനിച്ച 4ാമത്തെ മകനാണ് മിഥ്യാൻ. ആ മിഥ്യാന്റെ വംശപാരമ്പര്യമാണ് മിഥ്യാനിൽ. ഈ മിഥ്യാനിൽ പലപ്പോഴും ഇസ്രായേൽ മക്കൾക്ക് ഗുണം ആയിട്ടുണ്ട്. ആദ്യമായി നമ്മൾ കാണുന്നത് യോസേഫിന്റെ വിറ്റത് ഈ മിഥ്യാനിയുടെ കയ്യിലാണ്. പിന്നെ നമ്മൾ മിഥ്യാനിനെ കാണുന്നത് മോശ ഒരു മിസ്രൈമിനെ കൊന്നതിന് ശേഷം ഓടി രക്ഷപ്പെടുന്നത് മിഥ്യാൻ ദേശത്തിലേക്കാണ്. അവിടുത്തെ ഒരു പുരോഹിതന്റെ മകളെയാണ് മോശ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ മിഥ്യാനില് മോശയുടെ അമ്മായിപ്പൻ പല കാര്യത്തിൽ മോശയെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ മോശ ചെയ്യുന്ന കാര്യങ്ങളും പ്രവൃത്തികളും കണ്ടപ്പോൾ ഈ മിഥ്യാന് പുരോഹിതൻ യഹോവയെ വിശ്വസിക്കുവാനിടയായി. അങ്ങനെ മിഥ്യാനില് ഇസ്രായേൽ മക്കളുമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇടക്കാലം കൊണ്ട് അവിടെ ഒരു വിവാഹം നടന്നു. ആ വിവാഹത്തിലൂടെ ഇസ്രായേൽ മക്കളും മിഥ്യാനും തമ്മിൽ ഒരു ശത്രുതയിലേക്ക് എത്തപ്പെട്ടു.
ആ ശത്രുത പിന്നെ അങ്ങ് വളർന്നു. പിന്നെ മിദ്യാനില് ഇസ്രായേൽ മക്കളെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ആ ഭാഗത്തിലൊന്നും ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണ് ഈ മിദ്യാനില് ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. എങ്ങനെയാണ് ഈ ഇസ്രായേൽ മക്കൾ മിദ്യാനികളുടെ അരികിൽ വന്നു എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. 7 സംവത്സരം. കാരണം അവര് യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളതെല്ലാം ചെയ്തു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹ്വരങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസവല നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അപ്പോൾ കണ്ടോ, എന്തുകൊണ്ടാണ് ഗിദെയോനെ ദൈവം ഉപയോഗിക്കാൻ തീരുമാനിച്ചെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കളെ അടിമകളാക്കി മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ മിദ്യാനില് അവരുടെ മേല് ആധിക്യം പ്രാപിച്ചു. പിന്നെ അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. മിദ്യാനിൽ മാത്രമല്ല, അമാലേക്യരോട് ചേർന്നാണ് ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കുന്നത്. ഈ പറഞ്ഞ അമാലേക്യരും അബ്രഹാമിന്റെ വകയിലൊരു മകനായിട്ട് വരും. അബ്രഹാമിന്റെ കൊച്ചുമകനായ ഏശാവിന്റെ, യാക്കോബും ഏശാവ് സഹോദരനാണ്, ഏശാവിന്റെ മകനായിട്ട് വരും ഈ പറഞ്ഞ അമാലേക്യർ. അപ്പോൾ ഇവരൊക്കെ പഠിച്ചു വരുമ്പോൾ ഇവരൊക്കെ ഒരേ കുടുംബത്തിലുള്ളവരാണ്. പക്ഷെ ദൈവത്തെ മറന്നു കഴിയുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അവർ ദൈവമക്കൾക്ക് വിരോധമായി മാറുകയാണ്. ഇന്നും നാം കാണുന്നതും അനുഭവിക്കുന്നത് തന്നെയല്ലേ. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. ദൈവം തെരഞ്ഞെടുത്തവനും ദൈവം തെരഞ്ഞെടുക്കാത്തവനുള്ള യുദ്ധമാണ്. രക്തബന്ധങ്ങൾ പോലുമാണ് നമുക്ക് ശത്രുക്കളായി പലപ്പോഴും മാറുന്നത്. അപ്പൊ ഇവിടെ അമാലേക്യരും മിദ്യാനോട് ചേർന്ന് എന്താ ചെയ്യുന്നത്? അവര് ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാനരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസവല നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അപ്പോൾ ഇവരുടെ ജീവിതത്തെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ ശത്രു പ്രവർത്തിക്കുകയും വല്ലാതെ അങ്ങ് മിദ്യാന്യരും അമാലേക്യരും ഇസ്രായേൽ മക്കൾ വിരോധമായി നിന്നപ്പോൾ ദൈവത്തിന് പ്രവർത്തിച്ചേ മതിയാകത്തുള്ളൂ. അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസവല നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടിക്കിളിയെ പോലെ കൂട്ടമായി വരും. അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാനരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ദൈവം തെരഞ്ഞെടുത്ത ജനം ഏറ്റവും ക്ഷയിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ അവസ്ഥ ഇതുപോലെയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിരിക്കുക. ഈ സന്ദേശത്തിനകത്ത് വലിയൊരു വിടുതൽ മറഞ്ഞിരിപ്പുണ്ട്. ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ വലിയൊരു ജയം കർത്താവ് നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കണ്ടോ, ശത്രുക്കൾ നിമിത്തമായി, മിദ്യാന്യരും അമാലേക്യരും നിമിത്തമായി ഇസ്രായേൽ മക്കൾ അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു, അല്ലാത്തൊരവസ്ഥയിലായി. അതുകൊണ്ടാ പരാക്രമശാലിയായ ബലമുള്ള ഗിദെയോൻ
ഭയന്ന് മുന്തിരിച്ചക്കിനരികെ നിന്നുകൊണ്ട് ഗോതമ്പ് മെതിക്കേണ്ടതായിട്ട് വന്നത്. ധൈര്യം മുഴുവൻ ചോർന്നു പോയി. കാരണം ശത്രുക്കളുടെ പ്രവൃത്തി അത്രമാത്രം ശക്തമായിരുന്നു. ഓർത്തോണം, പ്രശ്നങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ നിന്റെ മേലുള്ള വിജയവും ഭയങ്കര വലുതാണ്. പ്രതീക്ഷിക്കാത്തുള്ള പ്രശ്നങ്ങൾ നിന്നെ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മേൽ ഒരു ജയം, പ്രതീക്ഷിക്കാത്തൊരു ജയം സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇവിടെയാണ് പ്രസംഗത്തിന്റെ ടേണിംഗ് പോയിന്റ് പറയുന്നത്. ഈ സന്ദേശത്തിന്റെ ടേണിംഗ് പോയിന്റ് പറയുന്നത്, ഇസ്രായേൽ മക്കൾ അവരെ വിടിവിച്ച, അവർ പിതാക്കന്മാരെ വിടിവിച്ച, പിതാക്കന്മാരെ രക്ഷിച്ച, പിതാക്കന്മാരെ സഹായിച്ച, അവരെ ഇതുവരെ നടത്തിക്കൊണ്ടുവന്ന ആ യഹോവയെ കുറിച്ചൊരു ഓർത്ത് ആ യഹോവയുടെ അവർ നിലവിളിച്ചു. യഹോവ തന്നെയാണ് ഇവരെ മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. പക്ഷെ പീഡനം കൂടിയപ്പോൾ, പീഡനം സഹിക്കാതെ വന്നപ്പോൾ അവർ യഹോവയുടെ നിലയിൽ വിളിക്കുവാനിടയായി. ഇന്ന് പകൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങളെ തകർക്കുവാനല്ല, നിങ്ങളെ മുടിക്കുവാനല്ല, നിങ്ങളെ തള്ളിക്കളയുവാനല്ല എന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്, ആലോചന കൈമാറുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവമായിട്ടുള്ള നല്ല ബന്ധത്തിലേക്ക് അടുത്ത് വരുവാൻ, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നിങ്ങളെ എത്തിക്കുവാനാണ് ദൈവത്തിന്റെ ഉദ്ദേശം. കേട്ടോ, ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ച അവസ്ഥയിലും അവർ പ്രാർത്ഥിക്കാൻ മറന്നില്ല, അവർ യഹോവയോട് നിലവിളിക്കുവാൻ മറന്നില്ല, യഹോവയോട് അപേക്ഷിക്കുവാൻ മറന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണ്? പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ, മുന്നോട്ട് പോകുവാൻ സ്റ്റെപ്പുകൾ ഇല്ലാതെ വരുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ വരുമ്പോൾ, പിശാച് അവന്റെ കണ്ണിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നതാണ് കയറ് കാണിച്ചു കൊടുക്കും, വിഷക്കുപ്പി കാണിച്ചു കൊടുക്കും, റെയിൽവേ ട്രാക്കിനെ കുറിച്ചുള്ള ചിന്ത കൊടുക്കും, വണ്ടിയുടെ മുന്നിൽ പോയി ചാടാനുള്ള ബുദ്ധി പറഞ്ഞു കൊടുക്കും. പ്രിയമുള്ളവരെ, ആത്മഹത്യ ഒരു കാര്യത്തിൽ പരിഹാരം നൽകത്തില്ല. അത് പിശാച് തന്ത്രമാണ് മനുഷ്യനെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇനി മുന്നോട്ട് പോകുവാൻ ഒരു മാർഗവുമില്ല, എല്ലാ രീതിയിലും വഴികൾ അടഞ്ഞു. അവർക്ക് ഭക്ഷിക്കാൻ ആഹാരമില്ല, ഇവരുടെ മൃഗസമ്പത്തുകളെ ഇവര് നശിപ്പിക്കുകയാണ്. ഭക്ഷണമില്ല എങ്കിൽ ഓർത്ത് നോക്കിയാൽ, നമ്മൾ ജോലി ചെയ്യുന്നതും നമ്മൾ കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതൊക്കെ ആഹാരത്തിന് വേണ്ടിയല്ലേ? അത് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, പട്ടിണിയാണെങ്കിൽ അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. കഷ്ടപ്പാടാണെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥന നമ്മൾ മാറ്റിവെക്കത്തില്ലേ? എത്രയോ പേര് പിന്മാറ്റത്തിൽ പോയിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ സാമ്പത്തികം വരാത്തത് കൊണ്ടാണ്, നന്മ വരാത്തതിന്റെ കാരണത്താൽ, അവരാഗ്രഹിച്ച ഒരു ഉയർച്ച ലഭിക്കാതെ പോയ കാരണത്താൽ അവര് ദൈവത്തെ തള്ളിക്കളഞ്ഞു, ദൈവത്തെ മാറ്റിവെച്ചു, പ്രാർത്ഥന മാറ്റിവെച്ചു, ബൈബിൾ ധ്യാനം മാറ്റിവെച്ചു, ബൈബിൾ വായിക്കുന്നില്ല. പക്ഷേ അവര് മറ്റു പലതിനെ ആശ്രയിക്കാൻ ശ്രമിക്കും. പൈസ ഇല്ലെങ്കിൽ സങ്കടം കാരണം മദ്യത്തിൽ അവർ ആശ്രയിക്കും. പൈസ ഇല്ലെങ്കിലും അവര് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കും. കാരണം ഈ ടെൻഷൻ ഒന്ന് മാറാൻ വേണ്ടി, ടെൻഷൻ മാറാൻ വേണ്ടി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ അത് ടെൻഷൻ മാറത്തുമില്ല, ആ ലഹരി പദാർത്ഥങ്ങൾ ശരീരം കേടായി പോകത്തുള്ളൂ. പക്ഷെ ഇസ്രായേൽ മക്കളെ നോക്കിയേ, അവർ ക്ഷയിച്ചു പോയിട്ടും, വല്ലാതെ ക്ഷീണിച്ചു പോയിട്ടും ശത്രുക്കൾ അപ്പോഴും മാറിയിട്ടില്ല, ശത്രുക്കൾ പിന്മാറി പോയിട്ടൊന്നുമില്ല. ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കൾ നിലനിൽക്കുമ്പോൾ തന്നെ അവരുടെ നിലവിളി ദൈവത്തോടെ. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തോട് നിലവിളിച്ച ആ നിലവിളി സ്വർഗം കേട്ടു. കർത്താവ് കേട്ടു. നിങ്ങളുടെ ആ കഷ്ടതയുടെ നടുവിൽ നിന്ന് ഹൃദയം പൊട്ടി, ഹൃദയം വേദനപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച വിഷയം പരിശുദ്ധാത്മാവ് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുവാൻ
സ്വർഗം ഈ ലൈവിൽ നിങ്ങളെ ആക്കി വെച്ചത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, എല്ലാ കഷ്ടത്തിൽ നിന്നും അവനെ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങി നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുള്ളവർ കേട്ട് കാണത്തില്ലായിരിക്കാം. ഹൃദയം നുറുങ്ങി നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരങ്ങൾ കേട്ട് കാണത്തില്ലായിരിക്കാം. നിങ്ങൾ കരഞ്ഞ ആ പ്രാർത്ഥന ഒരുപക്ഷെ നിങ്ങൾ പോകുന്ന ചർച്ചിലെ പാസ്റ്റർ കേട്ട് കാണത്തില്ലായിരിക്കാം. എന്നാൽ ആ ഹൃദയത്തിന്റെ വേദനയെ കണ്ട യേശു ഇന്ന് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ വിടിവിക്കുന്ന കർത്താവാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. വിടിവിക്കുന്ന കർത്താവാണ് ഞാൻ. യഹോവയുടെ ദൂതൻ ഇന്ന് പകൽ നിങ്ങളുടെ അരികിൽ വന്നൊരു ഉറപ്പ് നൽകുകയാണ്. നിങ്ങൾ ഇന്നലെ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഒഴുക്കിയ കണ്ണുനീരുകൾ, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച വിഷയം യേശു കേട്ടിരിക്കുകയാണ്, യഹോവ കേട്ടിരിക്കുകയാണ്. അതിന്റെ മറുപടിയാണ് ഇന്ന് പകൽ കർത്താവ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. രക്ഷിക്കുന്ന യഹോവയാണ്. ലോക മനുഷ്യര് സന്തോഷമുള്ളവരുടെ കൂടെ നിൽക്കും, ലോക മനുഷ്യര് പണമുള്ളവന്റെ കൂടെ നിൽക്കും, ലോക മനുഷ്യര് നല്ല ജീവിത സാഹചര്യമുള്ളവന്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ്, ആരാധിക്കുന്ന യേശു കർത്താവ് ഹൃദയം മുറിങ്ങിയവന്റെ കൂടെയാണ്, മനസ്സ് തകർന്നവന്റെ കൂടെയാണ്. എന്നിട്ട് കൂടെ നിന്ന് ആ വേദന ഏറ്റെടുത്ത് നിൽക്കുക മാത്രമല്ല, അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നവനാണ്, അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതാണ്. ഇന്ന് നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങളുടെ കണ്ണുനീരിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന് ഈ വചനത്തിലൂടെ തന്നെ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ്. യേശു നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ്. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? യേശു നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ്. അത് മറ്റൊരു പാസ്റ്ററെ കൊണ്ടോ മറ്റൊരു പ്രവാചകനിലൂടെ അല്ല യേശു അത് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ തന്നെ അതിന് കർത്താവ് തിരഞ്ഞെടുക്കും. ഇസ്രായേൽ മക്കളെ വിടിവിക്കുവാനായി ദൂതനെ അല്ല ദൈവം ഉപയോഗിച്ചത്. ദൂതനിലൂടെ ദൂതുകൾ കൈമാറിയതല്ലാതെ ഇസ്രായേൽ മക്കളുടെ വിടുതലിന് വേണ്ടി ദൈവം ഉപയോഗിച്ചത് ഏറ്റവും ഭയപ്പെട്ടു നിന്ന ഗിദെയോനെയാണ്. ഈ ഗിദെയോനാണ് ഇസ്രായേൽ മക്കളെ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് യഹോവ വിടുവിച്ചിട്ടുണ്ടെന്നും പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഗിദെയോന് നല്ല ബോധ്യമുണ്ട്. അപ്പൊ ദൈവത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ഈ ഗിദെയോന്. പക്ഷെ ഇപ്പോൾ ചില തെറ്റിദ്ധാരണകൾ ഈ ഗിദെയോന്റെ ഉള്ളിൽ കടന്നു കയറി. ആ തെറ്റിദ്ധാരണ മാറ്റിക്കഴിഞ്ഞാൽ ഗിദെയോൻ ശക്തനായിട്ടുള്ള ഒരു യോദ്ധാവാണെന്നും ഒരു അധികാരിയാണെന്ന് ദൈവത്തിന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഇസ്രായേൽ മക്കൾ ക്ഷയിച്ചിരുന്ന അവസ്ഥയിലും ദൈവം ഇവരെ വിടിവിക്കുവാനായി പുറത്തുനിന്നൊരു വാടകയ്ക്ക് ആളെടുത്തില്ല. ദൈവം തെരഞ്ഞെടുത്തത് അതിനകത്ത് ഭയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. പ്രശ്നത്തിനകത്ത് നിൽക്കുന്ന നിന്നെ തന്നെ സ്വർഗം കരത്തിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. പ്രശ്നത്തിനകത്ത് ഭയത്തോടെ നിൽക്കുന്ന, പേടിച്ച് നിൽക്കുന്ന നിങ്ങളെ തന്നെ കർത്താവ് കരങ്ങൾ ഉപയോഗിക്കും. വിശ്വസിക്കാൻ കഴിയുമോ? ഈ മിദ്യാന്യരെ പേടിച്ച് ഗിദെയോൻ നിൽക്കുമ്പോൾ ഗിദെയോൻ പറയുകയാണ്, മിദ്യാന്റെ കയ്യിൽ നിന്ന് നീ ഇസ്രായേൽ മക്കളെ രക്ഷിക്കും. സ്ഥിതി മാറിയത് കണ്ടോ? സിറ്റുവേഷൻ മാറിയത് കണ്ടോ? അപ്പൊ നിങ്ങളുടെ അകത്തുള്ള അധികാരത്തെ സ്വർഗത്തിന് പുറത്തു കൊണ്ടുവരണം. നിങ്ങളുടെ അകത്തുള്ള ആ ശക്തിയെ കർത്താവ് പുറത്തു കൊണ്ടുവരണം. ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, ചില വിഷയത്തിന്റെ മുഖത്ത് ചില വിഷയം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ബലം ക്ഷയിച്ചു പോവുകയാണ്. മനസ്സ് തുറന്ന് ആരാധിക്കാൻ കഴിയാതെ വരികയാണ്. ചിലരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ
ചിലരുടെ പ്രവൃത്തി കാണുമ്പോൾ, ചിലരുടെ സമീപനങ്ങൾ കാണുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പൊ ഇയ്യോബിന്റെ അടുത്ത് വന്ന സുഹൃത്തുക്കൾ പോലും ഇയ്യോബിനെ കുറ്റം പറഞ്ഞു. ഇയ്യോബിന്റെ ഭാര്യ തന്നെ കുറ്റം പറഞ്ഞു. എന്റെ അരികിൽ വന്നവരെല്ലാം ഇയ്യോബിനെ കുറ്റം പറയുകയാണ്. നീ എന്തിനാണ് ഈ ദൈവത്തെ സേവിക്കുന്നത്? ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് നീ നിന്നെ തന്നെ അങ്ങ് ഇല്ലാതാക്കാനാ പറയുന്നത്. കാരണം ഇങ്ങനെ ജീവിക്കുന്നേക്കാൾ നല്ലത് നീ മരിക്കുന്നതാണ്. അതോ എത്ര സങ്കടമുണ്ടാക്കുന്ന വാക്കുകളാണ്. പ്രതീക്ഷയോടുകൂടെ അല്ലെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കേൾക്കാമെന്ന് ചിന്തിച്ച് നിൽക്കുന്നവരുടെ വായിൽ നിന്ന് കേൾക്കുന്ന വാക്കുകള് നിരാശപ്പെടുത്തുന്ന വാക്കുകളാണ്. ഭയത്ത് നിൽക്കുന്ന വ്യക്തിയെ വീണ്ടും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ. ഒരു രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ തരത്തില്ല. ഓ, ഇനി നീ രക്ഷപ്പെടത്തില്ല, ഇത്ര നാൾ നീ ശ്രമിച്ചില്ലേ, ഇത്രയും നാൾ നീ അധ്വാനിച്ചില്ലേ, ഇത്രയും ശ്രമം നടത്തിയിട്ട് എന്ത് പ്രയോജനമുണ്ടായി എന്ന് പറയുന്ന നെഗറ്റീവ് വാക്കുകൾ പറയുന്ന ആളുകൾ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, മനുഷ്യരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ദൈവത്തിന്റെ വാക്കിന് ചെവി കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇന്നവരെ കാണാത്തൊരു ജയം കാണുവാനിടയാണ്. ഒരിക്കൽ യേശു മീൻപിടുത്തത്തിന് പോയ ശിഷ്യന്മാരെടുത്തു വന്നു. യേശു ചോദ്യം ഇതാണ്: കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? യേശു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിനായി വല ഇറക്കുകയും. യേശു സ്പഷ്ടമായി പറയുന്നുണ്ട്, ആഴത്തിലേക്ക് നീക്കി വല വീശു എന്നല്ല പറഞ്ഞത്, ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിനായി വല ഇറക്കുകയും. അപ്പോൾ യേശു പറഞ്ഞ വാക്കിനകത്ത് ആ സ്ഥലത്ത് മീൻ വന്ന് നിൽപ്പുണ്ട്. അതേ സ്ഥലം ഏതാണ്? ശിഷ്യന്മാര് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനെ പോലും ലഭിക്കാതെ നിന്ന ആ സ്ഥലം തന്നെ, ആ ഏരിയ, അതേ തടാകം. പക്ഷെ യേശു പറഞ്ഞപ്പോൾ പല ഭാഗത്തുള്ള മീൻ അവിടെ വന്ന് കൂടി. ശിമോൻ പറയുന്നത് ഇങ്ങനെയാണ്: അതാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം, നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. യേശുവിനോട് പറയുകയാണ്, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാണ്, പക്ഷെ യേശു പറഞ്ഞതല്ലേ, അതാ നീ പറഞ്ഞതല്ലേ, ഞങ്ങൾ ഇറക്കുക. ഇറക്കിയപ്പോൾ ഒരു പെരുത്ത മീൻകൂട്ടമാണ് അവർക്ക് ലഭിച്ചത്. പെരുത്ത മീൻകൂട്ടം, അതുവരെ കാണാത്തൊരു പെരുത്ത മീൻകൂട്ടമാണ് അവർ കണ്ടത്. ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് ദൈവം പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റെപ്പ് വെച്ചാൽ ആ സ്റ്റെപ്പിനകത്ത് മറഞ്ഞിരിക്കുന്ന വലിയ ദൈവപ്രവൃത്തിയുണ്ട്. ഇന്ന് വലിയ സന്ദേശം കൈമാറുമ്പോൾ ഈ ദൂതനെ ആമേൻ പറയുന്നവർക്ക് ലില്ലി ജോൺ വിശ്വസിച്ചോ, വലിയ പെരുത്തൊരു മീൻകൂട്ടം, വലിയൊരു അനുഗ്രഹം മറച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, പേടിച്ചു നിൽക്കുന്ന മിഥ്യാന്യരെ. ആ മിഥ്യാന്യരെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളിയെ പോലെ കൂട്ടമായി വരും. വെട്ടുക്കിളിയെ പോലെ കൂട്ടമായി വരും. കുറച്ചു പേരല്ല, വലിയ കൂട്ടമായിട്ടാണ് വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. അപ്പൊ ചെറിയ കൂട്ടവുമായിട്ടല്ല ഗിദെയോൻ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗിദെയോന്റെ മുന്നിൽ നിൽക്കുന്ന ശത്രുക്കൾ അതിശക്തമാണ്. വലിയ കൂട്ടമുണ്ട്. വെട്ടുക്കിളിയെ പോലെ. വെട്ടുക്കിളിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഒരു ദേശത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിമിഷ നേരം കൊണ്ട് അവിടെ ശൂന്യമാക്കും. പിന്നെ ഒരു കൃഷി അവിടെ നടക്കുന്നത് എല്ലാം തീർന്നു പോകുന്ന രീതിയിലാണ്. തീർത്ത് തുടച്ചു നീക്കുന്നത് പോലെയാണ് അവർ ആ ദേശത്ത് നാശം വിതയ്ക്കുന്നത്. അത്രയും ആളുകളെയാണ് ഗിദെയോൻ നേരിടാൻ പോകുന്നത്.
മിദ്യാന്യരുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിന്റെ 8-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ എഫ്രയീമ്യർ, നീ മിദ്യാനോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാതെ ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതി എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു. അതിനവൻ, നിങ്ങളോട് ഒത്തുനോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ? അതിൻ്റെ ഇവിടെ 8-ാം അധ്യായത്തിന്റെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ 1,35,000 പേരാണ് മിദ്യാനിലുള്ളത്. അവിടെ ആളുകളുടെ എണ്ണത്തെ കുറിച്ച് പറയുന്നത് 1,35,000 പേരുണ്ട്. 8-ാം അധ്യായത്തിൽ ആ വാക്യമുണ്ട്. പെട്ടെന്ന് റെഫറൻസ് വിട്ടുപോയി. ഏകദേശം 1,35,000 പേരുണ്ട്. ഈ ഇത്രയും ജനത്തോടാണ് ഈ ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്യേണ്ടത്. അപ്പൊ ചെറിയ കൂട്ടമല്ല, അത് മിദ്യാനിൽ തന്നെ ഇത്ര ഉണ്ട്. അതിനുശേഷം അമാലേക്കിനുണ്ട്. അപ്പൊ ശത്രുക്കളുടെ എണ്ണം എന്ന് പറയുന്നത് വലിയൊരു എണ്ണമാണ്. ആ വലിയ കൂട്ടം ജനത്തിന് എതിരായിട്ടാണ് ഭയത്തോടെ നിന്ന, പേടിയോടെ നിന്ന ഗിദെയോൻ യുദ്ധത്തിനായി പുറപ്പെട്ടത്, അല്ലെങ്കിൽ ദൈവം യുദ്ധത്തിനായി ഗിദെയോനെ എഴുന്നേൽപ്പിക്കുന്നത്. പക്ഷേ ഒട്ടാം വാക്യത്തിൽ ന്യായാധിപന്മാർ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ സെബൂഹും സൽമുനയും അവരോടുകൂടെ കിഴക്ക് ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചിരുന്ന ഏകദേശം 10,000 പേരായ അവരുടെ സൈന്യവും കർക്കൂരിൽ ആയിരുന്നു. വാളൂരി പിടിച്ചവരായ 1,25,000 പേർ വീണുപോയിരുന്നു. അപ്പം 1,25,000 പേരും അതിലൂടെ 10,000 പേരും, ഈ 10,000 1,25,000 പേരും കൂട്ടുമ്പോൾ ഏകദേശം 1,35,000 പേരാണ് അവർ പക്ഷത്തുള്ളത്. അവരോടാണ് ഈ ഗിദെയോന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം യുദ്ധത്തിൽ വാങ്ങാൻ തുടങ്ങുന്നത്. അപ്പം ശത്രുക്കളുടെ എണ്ണം എത്ര വലുതാണെങ്കിലും അത് ഗിദെയോന് വിഷയമല്ല. ഗിദെയോന്റെ വിഷയം യഹോവ കൂടെ ഉണ്ടോ ഇല്ലയാണ്. എന്നുപോലെ അത് ചിന്ത തന്നെ നമുക്കും ഉണ്ടായിരിക്കണം. രോഗം എത്ര വലുതാണെങ്കിലും അത് നീ കാര്യമാക്കരുത്. ആ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്ന യഹോവ, യേശു കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഉറപ്പാണ് ഇന്ന് ലഭിക്കേണ്ടത്. യേശു കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ, യേശുവിന് ആ രോഗം സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ, നിശ്ചയമായും ആ വിശ്വാസം ആ രോഗത്തെ സൗഖ്യമാക്കും. നിങ്ങളുടെ കടഭാരം യേശുവിന് മാറ്റാൻ കഴിയുമെന്നും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ കടഭാരത്തെ യേശു എടുത്തു മാറ്റും. നിങ്ങളുടെ നിങ്ങൾ ജോലിക്ക് വേണ്ടി പല വ്യക്തിയെടുത്ത് നിങ്ങൾ സമീപിച്ചിട്ടും പലരിടത്ത് നിങ്ങൾ ശ്രമങ്ങൾ നടത്തിയിട്ടും ജോലി ലഭിച്ചിട്ടില്ല. പക്ഷേ യേശു നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, യേശു വഴി തുറക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ് അതേ ജോലി തന്നെ സ്വർഗം നിങ്ങളുടെ കൈ തരും. സ്വർഗം നിങ്ങളുടെ കൈ തരും. വിദേശത്ത് പോകുവാൻ ശ്രമിച്ചിട്ട് പല ശ്രമം നടത്തിയിട്ടും അതിനുള്ള കാര്യങ്ങളൊന്നും നടക്കാതെ തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ വിശ്വസിച്ചു യേശു അത് മേൽ അത്ഭുതം ചെയ്ത കർത്താവിന് അത് തുറന്നു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. കാരണം യേശുവാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അകത്ത് ആ ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പിന്മേലാണ് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്.
നിങ്ങളുടെ മകത്ത ഉറപ്പ് വേണം. യേശു കാര്യങ്ങൾ ചെയ്യുന്നത് ഭംഗിയായിട്ടാണെന്നും യേശു ഒരിക്കലും ദോഷം ചെയ്യുന്നവനല്ലെന്നും യേശു ഒരിക്കലും ഉപേക്ഷിച്ച് കളയുന്നവനല്ലെന്ന് നിങ്ങളുടെ അകത്ത് ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പിൽ തന്നെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇപ്പൊ ഗിദെയോൻ ഒരു കാര്യം ഉറപ്പാണ്, യഹോവ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മിദ്യാന്യരെ ഞങ്ങളെ ഇങ്ങനെ നശിപ്പിക്കത്തില്ല, ഇങ്ങനെ ഞങ്ങളെ ക്ഷയിപ്പിക്കത്തില്ല, ഞങ്ങളുടെ നന്മയെ ഇല്ലാതാക്കത്തില്ല എന്ന് ഗിദെയോൻ നല്ല ഉറപ്പുണ്ട്. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ ഗിദെയോന്റെ ഉള്ളിൽ വന്നത് കൊണ്ട് ഗിദെയോന്റെ ധാരണ യഹോവ ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു, തള്ളിക്കളഞ്ഞിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്ക് വരുന്നു എന്ന് ഗിദെയോൻ തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ എടുത്തു മാറ്റാനായിട്ടാണ് ദൂതൻ വന്ന് പറയുകയാണ്, യഹോവ നിന്റെ കൂടെ ഉണ്ട്. അവൾക്ക് ഇതുവരെ മനസ്സിലായി, യഹോവ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പിതാക്കന്മാരെ മിസ്രൈമിന്റെ കയ്യിൽ നിന്ന്, ഫറവോന്റെ കയ്യിൽ നിന്നും മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് വിടിവിച്ച അതേ യഹോവ ഈ മിദ്യാന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുമെന്നും ഇത് നല്ല ഉറപ്പാണ്. ആ ഉറപ്പിലാണ് പറയുന്നത്, ഇസ്രായേൽ മക്കൾ മിദ്യാന നിമിത്തം യഹോവയുടെ നിലവിളിച്ചപ്പോൾ യഹോവ ഒരു അപ്പം ഈ പ്രയാസം അനുഭവിച്ച് നിൽക്കുന്ന സമയത്താണ് ഇസ്രായേൽ മക്കൾ നിലവിളിക്കുന്നത്. ആ നിലവിളി കേട്ട് യഹോവ എന്ത് ചെയ്തു? അതിനൊരു പരിഹാരം അവിടെ കൊണ്ടുവരുവാൻ ഇടയായി. ആ പരിഹാരത്തിന് വേണ്ടി സ്വർഗം തെരഞ്ഞെടുത്തത് ആരാണ്? അവരുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതാ? പേടിച്ചു നിന്ന വ്യക്തിയാണ് ദൈവം ഉപയോഗിച്ചത്. എന്നുപോലെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങൾക്ക് അകപ്പെട്ടിരിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പുറത്തുനിന്നൊരു വ്യക്തിയല്ല ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്, നിങ്ങളെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു പാസ്റ്ററിലൂടെയോ മറ്റൊരു പ്രവാചകനിലൂടെ അല്ല നിങ്ങളുടെ വിടുതൽ സംഭവിക്കുന്നത്. നിങ്ങളിലൂടെ തന്നെ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. കാരണം കഷ്ടം അനുഭവിച്ചത് നിങ്ങളാണ്, കണ്ണുനീർ ഒഴിച്ചത് നിങ്ങളാണ്, വേദന അനുഭവിച്ചത് നിങ്ങളാണ്, പ്രയാസപ്പെട്ടത് നിങ്ങളാണ്. ഇത്ര നാളും ശത്രുവിന്റെ ആ പീഡനം മൊത്തം അനുഭവിച്ച് നിങ്ങളായതുകൊണ്ട് ആ ശത്രുവിന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയുടെ നിലവിളിച്ചു. കാരണം അവരതുപോലെ ക്ഷയിച്ചു പോയി. ഇസ്രായേൽ മക്കൾ അതുപോലെ ക്ഷയിച്ചു പോയി. പക്ഷെ ക്ഷയിച്ച ഇസ്രായേൽ മക്കൾ ചെയ്തത് എന്താണ്? യഹോവയെ കുറ്റം പറയുവാനോ യഹോവയെ തള്ളി പറയുവാനോ യഹോവയുടെ പിറുപിറുക്കാനല്ല പോയത്. മറിച്ച് ആ പ്രതിസന്ധിയുടെ നടുവിൽ അവര് യഹോവയോട് പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥിക്കുന്നവനെ കർത്താവ് തള്ളിക്കളയത്തില്ല, പ്രാർത്ഥിക്കുന്നതിനെ കർത്താവ് ഒരിക്കലും ഉപേക്ഷിച്ച് കളയത്തില്ല. പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ പ്രാർത്ഥിച്ച കർത്താവ് തള്ളിക്കളയത്തില്ല. പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവോട് പ്രാർത്ഥിച്ചാൽ വ്യക്തമായ ഒരു ഉത്തരം യഹോവ നൽകും. അതിന് നല്ലൊരു ഉദാഹരണമാണ് യോസേഫ് മരിച്ചു എന്നൊരു വാർത്ത യാക്കോബ് കേട്ടപ്പോൾ യാക്കോബ് ആകെ സങ്കടപ്പെട്ടു. ആ സങ്കടപ്പെട്ട യാക്കോബ് പിന്നെ പ്രാർത്ഥന പോലും അവസാനിപ്പിച്ചു. ദൈവമായിട്ടുള്ള ബന്ധം പോലും യാക്കോബ് നിർത്തിവെച്ചു. പിന്നെ യാക്കോബിന്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ യോസേഫ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള വിവരം യാക്കോബ് അറിഞ്ഞപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള വിവരം യാക്കോബ് അറിഞ്ഞപ്പോൾ യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. യോസേഫ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യാക്കോബിനൊരു മറുപടി നൽകുന്നു. ആ മറുപടി ഇങ്ങനെയാണ്: നിന്റെ മകൻ യോസേഫ് തന്നെ നീ മരിച്ചു കഴിയുമ്പോൾ നിന്റെ കണ്ണ് അടയ്ക്കും. നിന്റെ മകൻ യോസേഫ് തന്നെ മകൻ യോസേഫ് തന്നെ നിന്റെ കണ്ണ് അടയ്ക്കുമെന്നുള്ള ഒരു ദൂത്, ഒരു സന്ദേശം യാക്കോബ്
കേൾക്കുവാനിടയായി. അപ്പോൾ യോസേഫ് മരിച്ച വിവരം ഇങ്ങനെയാണ്. 46:4 വാക്യം, യോസേഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടയ്ക്കുമെന്ന് അരുളി ചെയ്തു. ഇങ്ങനെയാണ്. അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് ബേർശേബയിലെത്തി തന്റെ പിതാവായ, ഉൽപ്പത്തി പുസ്തകം 46-1 മുതൽ, തന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ ഞാൻ ദൈവവും ആകുന്നു, ഞാൻ ദൈവം ആകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോട് കൂടെ മിസ്രൈമിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും. യോസേഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണ് അടയ്ക്കും എന്ന് അരുളി ചെയ്തു. ഈ യാക്കോബ് പ്രതിസന്ധി, യോസേഫ് മരിച്ചു എന്ന വിവരം അറിഞ്ഞ സമയത്ത് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ദൈവത്തോട് ചോദിച്ചിരുന്നെങ്കിൽ, അന്ന് ദൈവം പറഞ്ഞേന യോസേഫ് സ്വന്തം കൈ കൊണ്ട് തന്നെ നിന്റെ കണ്ണടക്കി. യോസേഫ് മരിച്ചിട്ടില്ല എന്നുള്ള വിവരവും, യോസേഫ് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള വിവരവും, യോസേഫ് എവിടെയാണെന്നുള്ള വിവരം വരെ യാക്കോബിന് സ്വർഗം പറഞ്ഞു കൊടുത്തേനം, യഹോവ പറഞ്ഞു കൊടുത്തേനം. പക്ഷെ പ്രതിസന്ധി വല്ലാതെ അടിച്ചപ്പോൾ, അല്ലെങ്കിൽ മകൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ യാക്കോബ് പ്രാർത്ഥന അവസാനിപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. പ്രതിസന്ധിയുടെ നടുവിൽ നാം ദൈവത്തോട് ആലോചന ചോദിച്ചാൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ വ്യക്തമായ മറുപടി, വ്യക്തമായ ഒരു ഉത്തരം സ്വർഗം നമുക്ക് നൽകുവാനിടയാണ്. എത്രയോ വർഷങ്ങളിൽ യാക്കോബ് യോസേഫിന്റെ നഷ്ടത്തെ ചിന്തിച്ച് സങ്കടപ്പെട്ട് ജീവിച്ചു. അതും ഒരു തെറ്റിദ്ധാരണയല്ലേ സംഭവിച്ചത്? യാക്കോബിന് സംഭവിച്ചൊരു തെറ്റിദ്ധാരണയല്ലേ? സ്വന്തം മക്കൾ കൊണ്ട് ഒരു തുണിക്ക് കുറെ രക്തം പുരട്ടി യോസേഫിന്റെ വസ്ത്രം കൊണ്ട് കാണിച്ചപ്പോൾ യോസേഫ് മരിച്ചുപോയി എന്ന് വിശ്വസിച്ചു. കണ്ടോ, ഇവിടെ സ്വന്തം രക്തം തന്നെ യാക്കോബിനെ ചതിക്കുകയാണ്. സ്വന്തം മക്കൾ തന്നെ യാക്കോബിനെ ചതിക്കുകയാണ്. യോസേഫ് മരിച്ചുപോയി എന്നുള്ള വാർത്ത വന്ന വിവരങ്ങൾ സ്വന്തം മക്കൾ വന്നറിയിച്ചപ്പോൾ യാക്കോബ് വിശ്വസിച്ചു പോയി. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, മക്കള് പോലും കള്ളം പറയും. മക്കള് പോലും ചിലപ്പോൾ കള്ളം പറയും. ഒരിക്കലും കള്ളം പറയാത്ത ഒരേ ഒരുവൻ ഈ ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. ഞാൻ നല്ലൊരു ബുദ്ധി ഉപദേശിക്കാം. മനുഷ്യൻ പറയുന്ന വാക്കുകൾ വിശ്വസിച്ച് കാര്യങ്ങൾ തീരുമാനിക്കരുത്. മനുഷ്യർ പറഞ്ഞ വാക്കുകൾ കേട്ട് നിങ്ങൾ വ്യാകുലപ്പെട്ടിരിക്കരുത്. മനുഷ്യർ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങൾ അസ്വസ്ഥരാകരുത്. മനുഷ്യർ കള്ളം പറയും. അവന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ പലതും പറയും. പക്ഷേ ദൈവത്തോട് ആലോചന ചോദിച്ചാൽ ദൈവം ഒരിക്കലും കള്ളം പറയത്തില്ല. കാരണം യാക്കോബ് യോസേഫ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് യാത്ര പുറപ്പെടുന്നതിനായി ഒരു യാഗം അർപ്പിച്ചു. ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം പറയുകയാണ്, നിന്റെ മകൻ യോസേഫ് സ്വന്തം കൈകൊണ്ട്. കണ്ടോ, ഈ വാക്ക് അന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ലെങ്കിൽ യാക്കോബിനെ ഒന്നിനെ കുറിച്ച് സങ്കടപ്പെട്ട് വരത്തില്ലായിരുന്നു. എത്രയോ വർഷങ്ങൾ ദുഃഖത്തോടെ ജീവിക്കേണ്ടതായിട്ട് വന്നു. പലരും ഇന്ന് ദുഃഖത്തോടെയും സങ്കടത്തോടെയും ജീവിക്കുന്നതിന്റെ കാരണം ചോദിച്ചാൽ വേദനയുടെ നടുവിൽ പ്രാർത്ഥന കുറച്ചു കളഞ്ഞതാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ വചനം ധ്യാനിക്കുന്നത് കുറച്ചു കളഞ്ഞത് കൊണ്ടാണ്. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് കുറച്ചു കളഞ്ഞതുകൊണ്ടാണ്. ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തോടൊന്ന് ആലോചന ചോദിക്കാമോ? ആ വേദന നടുവിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും കർത്താവ് നേരിട്ട് ഉത്തരം നൽകാനിടയാണ്. ഈ വചനം കേൾപ്പിക്കുന്നതിന്റെ ഉദ്ദേശം പോലും നിങ്ങളിലൂടെ ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജിനകത്ത് ഞാനൊരു ഉദാഹരണം പറയുവാനിടയായി. ഞാൻ മധ്യപ്രദേശിലായ സമയത്ത് അവിടെ ഒരു ഫാമിലിയുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. ആ ഫാമിലിയിലുള്ള ഒരു മൊത്തം 5 പേരാണ്. അപ്പനും അമ്മയും 3 മക്കൾ, 2 പെൺകുട്ടികൾ, ഒരു ചെറുക്കൻ, ഒരാണ്.
അങ്ങനെ 3 മക്കൾ, 2 പേര് അപ്പനും അമ്മയും, അങ്ങനെ 5 പേരാണ് കുടുംബത്തിനകത്തുള്ളത്. എന്നാൽ ആ കുടുംബമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ മൂത്ത മകൾ പലതവണയായിട്ട് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ഞാൻ ആ ഭവനത്തിൽ കടന്നു ചെല്ലുന്നത്. അവര് ക്രിസ്ത്യാനികളല്ല, ഈ വിശ്വാസമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് കേട്ടറ് മാത്രമേ ഉള്ളൂ. യേശു ആണ് ഇവരുടെ ദൈവമെന്നും യേശുവിനോട് പ്രാർത്ഥിക്കണമെന്നും, പ്രാർത്ഥിച്ചാൽ യേശു ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ ഗിദെയോൻ പറഞ്ഞതുപോലെ പിതാക്കന്മാരെയൊക്കെ നടത്തിയതുപോലെ യേശുവിനോട് പ്രാർത്ഥിച്ച ചില കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളൊരു ചെറിയൊരു അറിവ് മാത്രമേ ഈ ഫാമിലിക്കുള്ളൂ, അതും മക്കൾക്കുള്ളൂ. അപ്പോൾ ഈ ഫാമിലിയായിട്ട് ഞാൻ പരിചയപ്പെട്ടത് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ്. ആ സുഹൃത്താണ് ആ ഫാമിലിയിലുള്ള ചെറുക്കനോട്. ആ ചെറുക്കനെ അങ്ങനെ ആ ചെറുക്കനോട് ബന്ധപ്പെട്ടാണ് ഞങ്ങളെ പിടിച്ചത്. അപ്പോൾ ഈ മൂത്ത മകൾ പലതവണയായിട്ട് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു. ഒടുവിലായി ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാനൊരു വലിയ പ്രശ്നത്തിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ്, പക്ഷെ പ്രശ്നം ഞാൻ പറയുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുമല്ലോ, ദൈവം പറഞ്ഞു കഴിയുമ്പോൾ എന്നോട് കാര്യം പറഞ്ഞാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ വന്ന് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ പോന്നു. വീട്ടിൽ പോന്നു കഴിഞ്ഞ് ഞാൻ ആ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചു. അപ്പം ഞാൻ അവിടെ സംസാരത്തിലൂടെ തന്നെ അവർ അമ്മ ഈ മകളോട് പറഞ്ഞു, എൻ്റെ ഫോൺ നമ്പർ മേടിക്കുക, ആ മകളുടെ ഫോൺ നമ്പർ എനിക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫോൺ നമ്പർ കൈമാറി. വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടല്ലോ, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നും ദൈവം മറുപടി നൽകുമെന്നും നിങ്ങൾക്ക് വിശ്വാസമുണ്ടല്ലോ. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഞങ്ങളോട് മാത്രമല്ല ആ യേശുവിനോട് ആരപേക്ഷിച്ചാലും യേശു സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, ഇന്ന് വൈകിട്ട് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, മുറിക്കകത്ത് ചെന്നിട്ട് നിലത്തിരിക്കുകയോ അല്ലെങ്കിൽ ബെഡിലിരിക്കുകയോ എവിടെ വേണമെങ്കിലും സൗകര്യം പോലെ ഇരുന്നിട്ട്, ആരും ശല്യം ചെയ്യാത്തൊരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ നിന്റെ പ്രശ്നങ്ങൾ മുഴുവനും ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുവിനോട് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പരമേശ്വരനെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആ പരമേശ്വർ തന്നെ നിങ്ങൾക്ക് അതിന്റെ മറുപടി, യേശു നിങ്ങൾക്ക് മറുപടി നൽകുമെന്ന് ഞാൻ ഉറപ്പ് നൽകി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ പെൺകുട്ടി അന്ന് വൈകിട്ട് പ്രാർത്ഥിച്ചു, അറിയാത്ത ഭാഷയിൽ പ്രാർത്ഥിച്ചു. കാരണം പ്രാർത്ഥിക്കാന്ന് അറിയത്തില്ല, അറിയാത്ത രീതി സംസാരിച്ചു, ദൈവമായിട്ട് സംസാരിച്ച് പറയും. സംഭവിച്ചെന്ന് ചോദിച്ചാൽ അന്ന് വൈകിട്ട് ആ പെൺകുട്ടി ഒരു സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ ഉടനെ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, പയ്യ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും അത് പറഞ്ഞു തരണമെന്ന്. അപ്പൊ സ്വപ്നം എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിന്റെ വിഷയം എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് എനിക്ക് ആ സ്വപ്നത്തിൽ നിന്ന് വ്യാഖ്യാനിച്ച വിഷയമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ പ്രശ്നം എന്താണെന്ന് എന്നോട് ഷെയർ ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിന് ഒരു വ്യക്തമായ ഒരു ഉത്തരമാണ് ദൈവം ആ പെൺകുട്ടിക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തത്. വ്യക്തമായ ഉത്തരം. ഞാനൊരു പക്ഷെ ആ സ്വപ്നം കണ്ടിട്ട് പറഞ്ഞു കൊടുത്താൽ അത് ഞാൻ ഈ പെൺകുട്ടിയെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും കഥ പറഞ്ഞൊപ്പിക്കുന്നതാണെന്ന് ഒരു ചിന്തിച്ചേക്കാം, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചേക്കാം. പക്ഷെ അവളുടെ മനസ്സിലുള്ള ആ തെറ്റിദ്ധാരണെ സ്വർഗം തന്നെ എടുത്തു മാറ്റിയിട്ട് വ്യക്തമായ ഒരു ഉത്തരം ആ പെൺകുട്ടിക്ക് നൽകിയതുകൊണ്ട് അവള് ആത്മഹത്യ നിന്ന് പിൻവാങ്ങി ഇന്ന് കുടുംബമായിട്ട് സന്തോഷമായി ജീവിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം, പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥന കുറഞ്ഞു പോകുന്നതാണ് പലർക്കും പരാജയം സംഭവിക്കുന്നത്. ആ പെൺകുട്ടി ഒരു വിശ്വാസിയല്ല, യേശുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയോട് സ്വർഗം സംസാരിച്ചു. അതാണ് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ട വിഷയത്തെ തെറ്റിദ്ധരിച്ചിട്ട് ആത്മഹത്യക്ക് വേണ്ടി നിന്ന ആ പെൺകുട്ടിയോട് സ്വർഗം നേരിട്ട് ഇടപെട്ടപ്പോൾ അവളുടെ തെറ്റിദ്ധാരണങ്ങളെല്ലാം മാറി അവൾ സന്തോഷത്തോടെ ജീവിക്കുവാനിടയായി. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവത്തോട് ആലോചന ചോദിച്ചാൽ വ്യക്തമായ ഒരു ഉത്തരം കർത്താവ് നൽകും. ഈ പെൺകുട്ടി എന്തുകൊണ്ട് ആ വിഷയം എന്നോട് ആദ്യമേ ഷെയർ ചെയ്തില്ല? കാരണം പെൺകുട്ടിക്കറിയാം
അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് തക്കതായിട്ടുള്ള ഒരു 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 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആശ്വസിപ്പിക്കുക പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ പറയത്തുള്ളൂ. പക്ഷേ എന്നോട് പറഞ്ഞത് വയ്യ പ്രാർത്ഥിക്കും ദൈവം സംസാരിക്കുന്നു. ആ ഒരു ഉറപ്പ്, ആ മനസ്സിനകത്ത് ദൈവം കണ്ടത് ഇവൾക്കൊരു വിശ്വാസമുണ്ട്. ദൈവം കണ്ടൊരു കാര്യം ഞാൻ ഇവൾക്കൊരു വിശ്വാസമുണ്ട്, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ അത്ഭുതം സംഭവിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് എന്നോട് പറഞ്ഞത് ഞാൻ പ്രാർത്ഥിച്ചാൽ സ്വർഗം എന്നോട് സംസാരിക്കും. പക്ഷെ ആ പെൺകുട്ടിക്ക് അറിയത്തില്ല, ഞാൻ മാത്രമല്ല ആര് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നല്ല മനസ്സോടെ ഹൃദയം നുറുങ്ങി തകർച്ചയോടെ ആര് പ്രാർത്ഥിച്ചാലും കേൾക്കുമെന്ന് ആ പെണ്ണ് അറിയത്തില്ല. പക്ഷെ അതും കൂടെ സ്വർഗം ആ പെൺകുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അന്ന് രാത്രി ആ പെൺകുട്ടി ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല, സംസാരിച്ചപ്പോൾ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ ആ പെൺകുട്ടി സംസാരിച്ചപ്പോൾ അന്ന് രാത്രി സ്വർഗം ആ പെൺകുട്ടിക്ക് സ്വപ്നത്തിൽ ആ പെൺകുട്ടി അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ നല്ലൊരു മറുപടി, നല്ലൊരു കറക്റ്റ്, അതിനപ്പുറം വേറൊരു ഉത്തരമില്ല. കാരണം അതുപോലെ ഉറപ്പ് കിട്ടുന്നതും അവരുടെ വിഷയത്തിന് പരിഹാരം ലഭിക്കുന്നതായിട്ടുള്ള വ്യക്തമായ ഒരു ഉത്തരം കർത്താവ് ആ പെൺകുട്ടിക്ക് നൽകുവാനിടയായി. യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, യാക്കോബ് യോസേഫ് മരിച്ചു എന്ന് വാർത്ത അറിഞ്ഞ സമയത്ത് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ യാക്കോബ് ഈ സങ്കടപ്പെട്ട കാര്യമില്ല. യോസേഫ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ യാക്കോബ് ദൈവത്തിൽ പ്രാർത്ഥിച്ചു. ദൈവം പറയുകയാണ്, യോസേഫ് സ്വന്തം കൈകൊണ്ട് തന്നെ നിന്റെ കണ്ണ് അടയ്ക്കുമെന്ന്. യോസേഫ് മരിച്ചുപോയി എന്ന് ചിന്തിച്ച് തെറ്റിദ്ധാരണപ്പുറത്ത് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു യാക്കോബ്. സങ്കടത്തോടെ ഞാൻ കുഴിയിലേക്ക് പോകുമെന്നുള്ള ചിന്തയിൽ ഇരിക്കുകയായിരുന്നു യാക്കോബ്. പക്ഷെ ആ വേദനയുടെ നടുവിൽ യോസേഫ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സന്തോഷം അറിഞ്ഞപ്പോൾ, ആ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം കേൾക്കുവാനിടയായി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് സന്തോഷത്തോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നിശ്ചയമായി മറുപടി ഉണ്ടാകും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി മറുപടി ഉണ്ടാകും. ഇവിടെ ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ പീഡനത്താൽ കഷ്ടം അനുഭവിക്കുകയാണ്. അവർ ഏറ്റവും ക്ഷയിച്ചു. പക്ഷെ അവർ ചെയ്തത് എന്താണ്? പ്രാർത്ഥന മാറ്റി വെക്കുകയല്ലേ, അവർ ദൈവത്തിന് പിറുവിറുക്കല്ലേ ചെയ്തത്, ദൈവത്തെ തള്ളിക്കളയല്ലേ ചെയ്തത്. എന്താണ് അവർ ചെയ്തത്? ഇസ്രായേൽ യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു. കണ്ടോ, ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെയാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളുടെ മുന്നിൽ വരച്ച് കാണിക്കുന്നത്. പ്രാർത്ഥന കേൾക്കുന്ന, പ്രാർത്ഥന കേട്ട് മൗനമായിരിക്കുന്നതല്ല. ഇവിടെ കണ്ടോ, യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് അയച്ചു. നാം ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രവാചകനാണ്, ഇസ്രായേൽ മക്കളുടെ അരികിലേക്ക് വരുന്ന ആദ്യത്തെ പ്രവാചകനാണ്. പേര് ലഭിക്കാത്ത അല്ലെങ്കിൽ പേരില്ലാത്ത ഒരു പ്രവാചകനാണ് ഈ പ്രവാചകൻ. പിന്നീടുള്ള പ്രവാചകന്മാരൊക്കെ പേരുകൾ നമുക്ക് പഴയ നിമിത്തത്തിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഈ പ്രവാചകന്റെ പേര് നൽകിയിട്ടില്ല. ആദ്യത്തെ പ്രവാചകനാണ് ഇവിടെ വരുന്നത്. യഹോവ ഒരു പ്രവാചകൻ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് അയച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നു, മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിച്ചു, അവരെ നിങ്ങളുടെ മുന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞു, അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. യഹോവയായി ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു, നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. ഇവരെ യഹോവ മിസ്രൈമിൽ നിന്നും മിസ്രൈമരുടെ കയ്യിൽ നിന്നും ഫറവോന്റെ കയ്യിൽ നിന്നൊക്കെ വിടുവിച്ചെന്നുള്ള വ്യക്തമായ ദൂത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് പഴയ കാര്യങ്ങളൊക്കെ ചിലത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവ് ചെയ്ത വിടുതലിനൊക്കെ കർത്താവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ കർത്താവിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ കർത്താവിന്റെ വഴിയിലേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ടാണ് ചില പ്രശ്നങ്ങൾ, കർത്താവ് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു വരുന്നത്. ഇവർ ചെയ്ത തെറ്റെന്താണ്? അമോന്യരുടെ
യഹോവേ, ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ വചിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. അപ്പോൾ അവർ പാർത്തിരുന്ന ആ സ്ഥലവുമായി ചേർന്ന് പോയത് കൊണ്ടും അവരുടെ ദൈവങ്ങളുമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ദൈവം എന്ത് ചെയ്തു? അവരെ മടക്കി കൊണ്ടുവരേണ്ടതിന് ഇവരെ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഒരിക്കലും നമ്മളെ തകർത്ത് കളയുവാനാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ വരുന്നത് ഒരിക്കലും നമ്മളെ തകർത്ത് കളയുവാനല്ല, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മളെ എത്തിക്കുവാൻ വേണ്ടിയാണ്. ഇവർക്ക് സംഭവിച്ചത്, ഇവര് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സ്ഥാനത്ത് അവർ പാർത്തിരുന്ന ദേശത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദിമകാല പിതാക്കന്മാരൊക്കെ ഈ മാർഗത്തിന് വേണ്ടി, ഈ വിശ്വാസത്തിന് വേണ്ടി എത്ര ശക്തമായി, എത്ര കഷ്ടം അനുഭവിച്ച് ത്യാഗം അനുഭവത്തോടു കൂടെയാണ് നിന്നത്. അന്ന് പിതാക്കന്മാര് ഇതിനു വേണ്ടി വില കൊടുത്തത് കൊണ്ട് ഇന്ന് വലിയൊരു കൂട്ടം ജനം യേശുവിനെ ആരാധിക്കുന്നതും യേശുവിന് വേണ്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ തലമുറ അന്നത്തെ പിതാക്കന്മാരെ ഉപേക്ഷിച്ച പലതും ഇന്നത്തെ തലമുറ അത് സ്വീകരിക്കുവാൻ തുടങ്ങി. അന്ന് പിതാക്കന്മാരെ ഉപേക്ഷിച്ച് പലതിനെയും ഇന്നത്തെ തലമുറ അത് തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വിശ്വാസത്തിന് ഒരു 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 രേഖയുണ്ട്, ഇതിനൊരു ഉപദേശമുണ്ട്, ഇതിനൊരു സിസ്റ്റമുണ്ട്. എങ്ങനെയും ജീവിക്കാമെന്നുള്ളതല്ല. അമോനിയരുടെ ദേശത്താണ് ജീവിക്കുന്നത്. വാഗ്ദത്ത ദേശത്തിലേക്ക് ഒരു പോവുകയാണ് പക്ഷെ ഇപ്പോൾ നിൽക്കുന്ന അമോനിയരുടെ ദേശത്താണ്. അമോനിയരുടെ ദേശത്ത് ജീവിക്കുമ്പോൾ ആ ദേശക്കാരുമായിട്ട് നമുക്ക് യാതൊരു രീതിയിൽ ചേർന്ന് പോകാൻ കഴിയത്തില്ല. നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നെങ്കിൽ ഈ ഭൂമിയിലുള്ളതൊന്നും നമ്മുടെ മനസ്സിനകത്ത് കയറാൻ പാടില്ല. കാരണം നമ്മുടെ പൗരത്വം ഉയരത്തിലുള്ളതായതുകൊണ്ട്, സ്വർഗത്തിൽ നിന്നുള്ളതായതുകൊണ്ട്, നമ്മുടെ പൗരത്വം സ്വർഗീയമായതുകൊണ്ട് നാം ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കണം. പൗലോസിലേക്ക് പറയുന്നത്, ഭൂമിയിലുള്ളതല്ല നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഉയരത്തിൽ ചിന്തിക്കണം. ഭൂമിയിലുള്ള കാര്യങ്ങൾ, പത്രോസ് പറയുകയാണ്, ഭൂമിയിലുള്ള കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ യേശുവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുക. പൗലോസ് പറയുന്നത്, നിങ്ങൾ സ്തോത്രത്തോടെ ഏൽപ്പിക്കുക. ഭൂമിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ പോയാൽ സ്വർഗീയമായുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മറന്നു പോകും, പുറത്തു പോകും. അപ്പോൾ കർത്താവ് പറയുകയാണ്, സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. കാരണം നമ്മൾ സ്വർഗത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ നിങ്ങൾ അമോനിയരുടെ ദേശത്ത് പാർക്കുന്നെങ്കിലും അവരുടെ ദൈവത്തോടല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടിവിച്ചുകൊണ്ട് വന്ന യഹോവയോട് തന്നെയായിരിക്കണം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയല്ല, നമുക്ക് ഇതിനു വേണ്ടി ഒരു വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് അപ്പൊ യഹോവയായി ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോനിയരുടെ ദേവന്മാരെ ഭജിക്കരുതെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാതെ വന്നത് കൊണ്ടാണ് ഇവരെ മിദ്യാന്യരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതാണ്. കാരണം ഇവരെ ഒന്ന് തിരുത്താൻ വേണ്ടി. ഇപ്പൊ ചില ശോധനകൾ വരുമ്പോൾ ദൈവം തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ദൈവത്തെ വെല്ലുവിളിക്കരുത്, ദൈവത്തെ ചോദ്യം ചെയ്യരുത്, ദൈവത്തെ കുറ്റം പറയരുത്. കാരണം ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. മിദ്യാന്യരുടെ കയ്യിൽ ഇസ്രായേൽ മക്കളെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവമാണ്. പക്ഷെ മിദ്യാന്യരും അമാലേക്കരും ചേർന്ന് ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കാൻ തുടങ്ങി, വളരെയധികം കഷ്ടപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഇസ്രായേൽ മക്കൾ നിലവിളിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ എഴുന്നേൽപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. ഒരു പ്രവാചകനെ അവിടെ അയച്ചു, അവരെ ബലപ്പെടുത്തി, ചില കാര്യങ്ങൾ അവരുടെ തെറ്റുകളെയൊക്കെ ഓർമ്മപ്പെടുത്തി. ഇന്നത്തെ കാലത്തെ പ്രവാചകന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ തെറ്റുകളൊന്നും ഓർമ്മപ്പെടുത്തത്തില്ല. അവർ അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മളെ സുഖിപ്പിച്ചു വിടുന്ന ഒരു രീതിയാണ് ഇപ്പം കണ്ടുവരുന്നത്. പ്രവാചകന്മാരെ കൊണ്ട് പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ച ഉദ്ദേശം തന്നെ നമ്മുടെ കുറവ് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ചില പാപങ്ങൾ അല്ലെ ചില തെറ്റുകൾ നമുക്ക് തെറ്റായിട്ട് തോന്നാറില്ല. യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇരുട്ടിൽ ഇരിക്കുകയും ഇരുട്ടിൽ നടക്കുകയും പിന്നെ കണ്ണ് കുരുടായി പോവുകയും ചെയ്യും. ആദ്യം നമ്മൾ പാപത്തിലിരിക്കും, പിന്നെ അതിൽ തന്നെ നടക്കും, പിന്നെ ആ പാപം നമ്മുടെ കണ്ണുകളെ കുരുടായി കളയും. പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് നമുക്ക് തോന്നിപ്പോവും.
അപ്പൊ പ്രവാചകൻ വന്ന് നമ്മുടെ കുറവിനെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ ചെയ്ത് തെറ്റായി പോയി എന്ന് നമുക്ക് ബോധ്യമാകും. ഇപ്പോൾ ഇസ്രായേൽ മക്കൾ അമ്മോനിയരുടെ ദേശത്ത് വന്ന് പാർക്കുക. അവര് ചിന്തിച്ചു, ഈ ദേശത്ത് കൊണ്ട് ദൈവമാണല്ലോ ഞങ്ങൾ ആക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ദേശത്തിലെ ആളുകളുമായിട്ട് ചേർന്ന് അവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചും അവരുടെ ആരാധനയിൽ പങ്കെടുത്ത് അവർ ജീവിക്കുന്ന പോലെ ജീവിക്കാം എന്ന് ചിന്തിച്ച് അവര് ദൈവത്തെ മറന്നു കളഞ്ഞപ്പോൾ അത് അവർക്ക് വിനയായി മാറി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുഭവിക്കാനുള്ളതാണെന്ന് ചിന്തിക്കരുത്. നമ്മൾ അതിനകത്തൊരു വേർപാട് സ്വീകരിച്ചേ മതിയാകത്തുള്ളൂ. വേർപെട്ട ജീവിതം നമ്മൾ നയിച്ചേ മതിയാകത്തുള്ളൂ. എല്ലാം നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. എല്ലാവരുമായിട്ട് നമുക്ക് ചേർന്ന് പോകാൻ കഴിയത്തില്ല. അവിശ്വാസികളുമായി ഇണയില്ല കൂടരുത്. പക്ഷെ സഹോദരന് പേര് ലഭിച്ചിട്ട് പിന്നെ പിന്മാറി പോകുന്നതിനുമായിട്ട് നമ്മൾ ഒരിക്കലും കൂട്ടുകൂടരുത്. രക്ഷിക്കപ്പെടാത്തവരുമായി നമുക്ക് സഹകരിക്കാം. പക്ഷെ അവരുടെ ദൈവമായിട്ടുള്ള പ്രാർത്ഥനകളോ അവരുടെ ആചാരങ്ങളിലോ അവരുടെ ഉത്സവങ്ങളോ ഒന്നും നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. അവരെ നേടേണ്ടതിന് അവരുടെ കൂടെ നമുക്ക് പോയെങ്കിലേ കഴിയത്തുള്ളൂ. അവരുമായിട്ട് ചേർന്ന് നിന്നെങ്കിലേ സാധ്യമാകത്തുള്ളൂ. പക്ഷേ അവരുടെ വിശ്വാസപ്രകാരം അവരുടെ പ്രാർത്ഥനയിൽ, അവരുടെ ഉത്സവങ്ങളിൽ, അവരുടെ ആരാധനയിൽ, പൂജാകർമ്മങ്ങളിലൊക്കെ പങ്കെടുത്താൽ അത് നമുക്ക് ദോഷമായി മാറും. നാം അവരെ നേടാൻ വേണ്ടിയാണ് അവരുടെ ഇതിൽ പോകുന്നെങ്കിൽ പോലും അവരുടെ ഭാഗത്തേക്ക് അവരുടെ പ്രാർത്ഥന എല്ലാം നമ്മൾ യോജിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് അവർ കടന്നു വരണം. ഇവര് എന്താ സംഭവിച്ചത്? ഇവര് പാർക്കുന്ന ദേശം അമ്മോനിയരുടെ ദേശമാണ്. ആ ദേശത്ത് അമ്മോനിയരുടെ ദേവന്മാരെ ഭജിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് അവര് ആ ദേവന്മാരോട് ഭജിക്കുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവരുടെ ദൈവത്തോട് ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവർക്ക് ഈ അടിമത്വം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ ഈ അടിമത്വത്തിന്റെ കാഠിന്യത കൂടിയപ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തത് ശരിയാണ്, പക്ഷെ ആ തെറ്റിനെ കൺഫസ് ചെയ്ത് ഏറ്റു പറഞ്ഞിട്ട് ദൈവത്തോട് നിലവിളിക്കാന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നിശ്ചയമായും കർത്താവ് കേൾക്കും. മനുഷ്യൻ ചിലപ്പോൾ നമ്മൾ കുറ്റം പറയും, അവൻ ഇത്ര വലിയ പ്രാർത്ഥനക്കാരനായിരുന്നു, ഇത്ര വലിയ കാര്യമായിട്ടാണ്ട് ഇന്ന തെറ്റ് ചെയ്തിട്ട് അവൻ തന്നെ നടക്കുന്നത്, അവനെ പള്ളി കയറ്റരുത്, വീട്ടിൽ കയറ്റരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ ദൈവസനെ നീ കണ്ണുനീർ ഒഴുക്കിയാൽ, ദൈവസനെ നീ കരഞ്ഞാൽ ആ കണ്ണുനീരിനെ കാണാതെ എന്റെ കർത്താവ് പോകത്തില്ല. ഇസ്രായേൽ മക്കൾ ദൈവത്തെ മറന്നു കളഞ്ഞു. അവര് അമ്മോനിയരുടെ ദേവന്മാരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവർ ദേവന്മാരെ ആരാധിക്കാൻ തുടങ്ങി. യഹോവയോടുള്ള പ്രാർത്ഥന അവർ തള്ളിക്കളഞ്ഞു. പക്ഷേ കഷ്ടതയുടെ നടുവിൽ അവർ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അവരെ തള്ളിക്കളഞ്ഞില്ല, അവരെ വിടുവിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രവാചകനിലൂടെ ചില കാര്യങ്ങളെ ബോധിപ്പിച്ചതിന് ശേഷമായി ദൈവം മറ്റൊരു കാര്യം ചെയ്യുകയാണ്. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസരനായ യോവാശിന്റെ കരുവരുത്തിന് കീഴെ ഇരുന്ന് അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടത് മുന്തിരി ചക്കിനരികെ വെച്ച് വിധിക്കുകയായിരുന്നു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇവരുടെ കൃഷിയിടങ്ങളൊക്കെ അമാലേക്കരും മിദ്യാന്യരോടും ചേർന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവർക്ക് കഴിക്കാൻ ആഹാരം പോലും ഇല്ല. അപ്പൊ ഈ ഗോതമ്പ് എങ്ങാനും അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതും അവർ കളയും. അതുകൊണ്ടാണ് അവർ കാണാതെ ഗിദെയോൻ ചെയ്യുകയാണ്. അപ്പോഴും ഗിദെയോൻ പേടിച്ചിട്ടാണെങ്കിലും അവൻ അലസനായിട്ടിരുന്നില്ല. ആ സമയത്തും അവൻ അധ്വാനിച്ചുകൊണ്ടിരുന്നു. ഒരു സൈഡിൽ കൃഷിയിടങ്ങളൊക്കെ ശത്രുക്കൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളത് കൊണ്ട് അവൻ അധ്വാനിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ ആ ശ്രമത്തെയും അവന്റെ ആ ധൈര്യത്തെയും അവന്റെ ആ പ്രവൃത്തിയെയും ദൈവത്തിന് ഇഷ്ടമായി. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കർത്താവിന് ഇഷ്ടമാണ്. അപ്പോൾ കർത്താവ് തീരുമാനിച്ചു ഇവനെ ഉപയോഗിക്കാം. കാരണം മിദ്യാന്യരും അമാലേക്കരൊക്കെ ചേർന്ന് കൃഷിയിടങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളെ മൊത്തത്തോടെ കഷ്ടത്തിലാക്കുമ്പോഴും അതിന്റെ നടുവിലുള്ള ആ ഗോതമ്പ് മണി കൊണ്ട് അതിനെ പൊടിച്ച് അവർക്കുള്ള ആഹാരത്തിനുള്ള വക കണ്ടെത്തുവാൻ ഗിദെയോൻ ശ്രമിച്ചപ്പോൾ ആ ശ്രമത്തെ ദൈവം മാനിച്ചു. അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശ്രമത്തെ ദൈവം മാനിക്കുന്ന ദൈവമാണ്. മനുഷ്യർ ഒരുപക്ഷെ നിങ്ങളുടെ ശ്രമത്തെ അംഗീകരിച്ചെന്ന് വരത്തില്ല, മനുഷ്യർ ഒരുപക്ഷെ നിങ്ങളുടെ ശ്രമത്തെ കണ്ടെന്ന് വരത്തില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി, ഓരോ ശ്രമങ്ങൾ സ്വർഗം കാണുന്നുണ്ട്.
അതുകൊണ്ട് അലസനായിട്ടിരിക്കരുത്, ക്ഷീണിച്ചിരിക്കരുത്, ഭയപ്പെട്ട് ഒതുങ്ങിയിരിക്കരുത്. അപ്പോൾ നിങ്ങൾ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് ആലോചന ചോദിക്കുക, ദൈവവചനം ധ്യാനിക്കുക, ദൈവവചനം വായിക്കുക. ക്ഷീണിച്ചു ഒരു കാരണവശാലും ക്ഷീണിച്ചു പോകരുത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് ചേർന്ന് നിന്ന് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്മേൽ പ്രസാദിച്ച് സ്വർഗം വഴി തുറക്കുവാൻ ഇടയാവും. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരികയാണ്. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. കണ്ടോ, അപ്പോൾ ഇസ്രായേൽ മക്കൾ തെറ്റ് ചെയ്തപ്പോൾ ആ ഇസ്രായേൽ മക്കളെ ദൈവത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ മിദ്യാനയുടെ കയ്യിലേൽപ്പിച്ചു. മിദ്യാനർ അവരെ പീഡിപ്പിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? യഹോവയുടെ നിലവിളിച്ചു. യഹോവയുടെ നിലവിളിച്ചപ്പോൾ യഹോവ അവർക്ക് വേണ്ടി ഒരു പ്രവാചകനെ അയച്ചു. അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി. ആ തെറ്റുകൾ അവർക്ക് മനസ്സിലായപ്പോൾ അവർ ദൈവത്തിൽ ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു ദൂതനെ അവർക്ക് വേണ്ടി അയക്കുകയാണ്. ദൂതനിലൂടെ എല്ലാം കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നത്. ആ ദൂതനെ അയച്ച് ആ പേടിച്ചിരുന്ന ഒരുവൻ, ശ്രമിച്ചുകൊണ്ടിരുന്ന വ്യക്തി, പേടിയുണ്ടെങ്കിൽ അവന്റെ ശ്രമം നടത്തിയില്ല, ആ ശ്രമിച്ചുകൊണ്ടും അധ്വാനിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തിയെ സ്വർഗം അവരുടെ വിടുതലിന് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി. ഇന്ന് പകൽ നിങ്ങളുടെ ശ്രമങ്ങൾ നിങ്ങൾ നിർത്തരുത്, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ കുറയ്ക്കരുത്. ഇന്ന് പകൽ സ്വർഗം നിങ്ങളുടെ കരത്തിൽ ഉപയോഗിക്കാൻ പോവുകയാണ്, കരത്തിൽ ഉപയോഗിക്കുകയാണ്. ഇന്ന് പോലെ അത് നിശ്ചയമായി നിങ്ങളുടെ മേൽ സംഭവിക്കും. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് ഒക്കെയും ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതമൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാനയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാനയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ആ പ്രതിസന്ധിയുടെ നടുവിൽ, ആ വേദനയുടെ നടുവിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തെ നിലവിളിച്ചപ്പോൾ ഒരു ദൂതനെ അയച്ചിട്ട് ആ പേടിച്ചിരുന്ന, അധ്വാനിച്ചുകൊണ്ടിരുന്ന, ദൈവത്തിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്ന ആ ഗിദെയോനെ തന്നെ എഴുന്നേൽപ്പിച്ചു. ഗിദെയോന്റെ ഉള്ളിൽ ചില തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയിട്ട് ഗിദെയോന് പറയുകയാണ്, ആമേൻ, അപ്പോൾ യഹോവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാനയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞു. ഇന്ന് പോലെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് സ്വർഗം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. യഹോവ നിങ്ങളുടെ കൂടെ വരികയാണ്. ആരൊക്കെ നിങ്ങളുടെ പക്ഷത്ത് വന്നാലും ഇല്ലെങ്കിലും അത് ദൈവത്തിന് വിഷയമല്ല. കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ദൈവത്തിന് വിഷയമല്ല. നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരം നൽകും. നിങ്ങളുടെ വിഷയത്തിൽ നിശ്ചയമായും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. നിശ്ചയമായും കർത്താവ് വഴി തുറക്കും. യഹോവ അവനോട് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ ഇവിടെ പറഞ്ഞുണ്ടോ? അപ്പോൾ യഹോവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാൻ നീ ഇസ്രായേലിനെ മിദ്യാനയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. ഇവിടെ നമ്മളൊക്കെ പറയുന്നത് അതേ സെന്റൻസ് ആണ് ഇവിടെ ഗിദെയോൻ പറയുന്നത്. അയ്യോ, ഞാനൊരു ചെറിയ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ പ്രാപ്തനൊന്നുമല്ല, ശക്തനൊന്നുമല്ല, എനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല, എങ്ങനെ ഇത് ഞാൻ ചെയ്യും, എനിക്ക് ഒരു എത്തും പിടി കിട്ടുന്നില്ല, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന അതേ മനോഭാവത്തിൽ ഗിദെയോൻ ചോദിക്കുമ്പോൾ യഹോവയുടെ മറുപടി കേട്ടോ, നീയല്ല ചെയ്യാൻ പോകുന്നത്, നിന്നിലൂടെ ഞാനാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നുപോലെ ഈ ദൂത് ശ്രദ്ധിച്ചോ, നിങ്ങളല്ല ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ മുന്നിൽ നിന്നാൽ മതി. നിങ്ങളിലൂടെ യഹോവയായ ദൈവമാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതാണ് പറയുന്നത്. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. ആ വാക്കെടുത്ത് ശ്രദ്ധിക്കണം. And the Lord said unto him, surely I will be with thee, and thou shalt smite the Midianites as one man. Smite, ഇല്ലാതാക്കും. മിദ്യാന്യർ ഇനി നിങ്ങളുടെ മുന്നിൽ തല ഉയർത്താത്ത രീതിയിൽ
നിങ്ങൾ ഇല്ലാതാക്കും. എങ്ങനെ? ഒരു മനുഷ്യനെ കൊല്ലുന്നത് പോലെ ഈ 1,35,000 പേരുള്ള ഈ മിഥ്യാനരെ നിങ്ങൾ ഇല്ലാതാക്കി കളയും. ഇതുവരെ നീ ഭയം നിന്ന ആ വിഷയത്തെ നീ തന്നെ ഇല്ലാതാക്കും. ഇതുവരെ നിന്റെ മുന്നിൽ കലിതുള്ളി നിന്ന ആ വിഷയത്തെ നീ തന്നെ ഇല്ലാതാക്കും. നിങ്ങൾ തന്നെ ഇല്ലാതാക്കും. ആ അധികാരം നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് നൽകിയിട്ടുണ്ട്. പക്ഷേ പല ചിന്തകൾ, തെറ്റിദ്ധാരണകൾ കാരണം ആ അധികാരം ഉപയോഗിക്കാൻ കഴിയാതെ ആ വേദനയ്ക്കകത്ത് നാം ജീവിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. യഹോവ അവരോട്, ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ മിഥ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. അതിനവൻ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്ന നീ തന്നെ എന്നതിന് ഒരടയാളം കാണിച്ചു തരണമേ. ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വെക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ എന്ന് അവനോട് പറഞ്ഞു. നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാമെന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ ഗിദെയോൻ ചെന്ന് ഒരു കോലാറ്റുകുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി മാംസം ഒരു കൊട്ടയിൽ വെച്ചു ചാറ് ഒരു കിണ്ണത്തിൽ പകർന്ന് കരുവരുത്തിന് കീഴെ കൊണ്ടുവന്നു അവന്റെ മുൻപിൽ വച്ചു. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട്, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാറ് അതിന്മേൽ ഒഴിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ടു. മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിൽ മറഞ്ഞു. അപ്പോൾ ഗിദെയോന് ഈ സംസാരിക്കുന്നത് യഹോവയാണോ തന്നെ ഉറപ്പുവരുത്തേണ്ടതിന് ചില കാര്യങ്ങളോട് ചെയ്തു. അപ്പം കൊണ്ടുവന്നു, പുളിപ്പില്ലാത്ത മാവ് കൊണ്ടുവന്ന്, ചാറ് കൊണ്ടുവന്നു. അത് ആ ദൂതൻ പറഞ്ഞതുപോലെ ഒഴിച്ചു. ദൂതന്റെ കയ്യിൽ നിന്ന് വടിയിൽ കൊണ്ട് ആ മാംസം തൊട്ടപ്പോൾ പെട്ടെന്നൊരു തീ വന്നു. തൊട്ടുടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസം പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിൽ മറഞ്ഞു. അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. ഇവിടെ ഗിദെയോൻ മറ്റൊരു കാര്യം നമുക്ക് കാണിച്ചു തരികയാണ്. നമുക്ക് ദൈവത്തിന് ദൂതനുമായിട്ട് അഭിമുഖമായി സംസാരിക്കാം. നമ്മൾ മരിച്ചു പോകത്തില്ല. അന്നത്തെ കാലത്തെ ആളുകളുടെ ചിന്തയാണ് ദൂതനെ കണ്ടാൽ മരിച്ചു പോകുമെന്ന്, യഹോവയെ കണ്ടാൽ മരിച്ചു പോകുന്നു. പക്ഷെ ഇവിടെ കാണിച്ചു തരികയാണ്, അങ്ങനെ മരിക്കത്തില്ല. അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടു പോയല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. ഇവിടെ ഗിദെയോൻ മരിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ അവന്റെ ഹൃദയത്തെ ദൈവം കണ്ടു. ഇവിടെ പറഞ്ഞിങ്ങനെയാണ്, അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞതുള്ളൂ. പക്ഷെ യഹോവയ്ക്ക് കാര്യം മനസ്സിലായി. ഇപ്പൊ മരിച്ചു പോകുന്ന പേടിയിലാണ് ഈ നിലവിളിക്കുന്നത് മനസ്സിലായി. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഏത് വിഷയത്തിന് വേണ്ടി എന്നുള്ള സ്വർഗം നല്ലപോലെ അറിയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വിഷയങ്ങൾ അറിയിക്കുന്നില്ലായിരിക്കാം, വിഷയം എന്താണെന്ന് ദൈവത്തിന് പറയുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ആ നിലവിളിക്കകത്ത് സ്വർഗം ആ കൃത്യമായിട്ടുള്ള പ്രശ്നത്തെ സ്വർഗം നല്ലപോലെ അറിയുന്നുണ്ട്. കാരണം ഇവിടെ ഗിദെയോൻ നിലവിളിക്കുന്നത് ഇങ്ങനെയുള്ള, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കത്തില്ല, നീ പരാജയപ്പെട്ടു പോകത്തില്ല, നീ ക്ഷീണിച്ചു പോകത്തില്ല, ശത്രു നിന്റെ മേൽ ജയമെടുക്കത്തില്ല, ആ വിചാരങ്ങൾ നിന്റെ മേല് ജയിക്കത്തില്ല, പാരമ്പര്യ ശക്തികൾ നിങ്ങളെ തകർത്ത് കളയത്തില്ല, മന്ത്രശക്തികൾ നിങ്ങളെ ഇല്ലാതാക്കത്തില്ല, നീ മരിക്കത്തില്ല, നിങ്ങൾ മരിക്കത്തില്ല. ഏതെങ്കിലും രോഗികൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചു, നിങ്ങൾ മരിക്കത്തില്ല. നിശ്ചയമായി ദൈവത്തിന്റെ കരം ചലിക്കുവാൻ ഇടയാകും. യഹോവയോട്, നിനക്ക് സമാധാനം, ഭയപ്പെടണം, നീ മരിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ ശാലോം എന്ന് പേരിട്ടു. അത് ഇതുവരെയും അബിയസ്രയിൽ ഉള്ള ഓഫ്രയിൽ ഉണ്ട്. 3 യഹോവ
മറ്റൊരു കാര്യം ഗിദെയോനോട് ദൈവം പറയുകയാണ്, അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടു ചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെ ഉള്ള അശേരാ പ്രതിഷ്ഠയെ വെട്ടിക്കളയുക. മറ്റൊരു കാര്യം, അവന്റെ പിതാവ് പണിതു വെച്ചിരുന്ന ബാലിന്റെ ബലിപീഠവും അശേരാ പ്രതിഷ്ഠയൊക്കെ തകർത്ത് കളയണമെന്ന് ദൂതൻ ഗിദെയോനോട് ആവശ്യപ്പെട്ടു. അപ്പൊ ദൈവത്തിന് ഹിതമില്ലാത്തതെല്ലാം മാറ്റിവെക്കുകയല്ല, അതിനെ ഉടച്ചു കളയണം. ദൈവപ്രവൃത്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഹിതമല്ലാത്തതെല്ലാം ഉടച്ചു കളയണം. പിന്നെ അതൊരിക്കലും അതിനൊരു ശേഷിപ്പ് പോലും ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിന് ദൂത് കേൾക്കുന്നതിൽ കൂടെ പ്രശ്നമുണ്ടായില്ല, ദൂതനെ കാണുന്നതിൽ പ്രശ്നമുണ്ടായില്ല, ദൈവമായിട്ടുള്ള സംസാരിക്കുന്നതിൽ പ്രശ്നമുണ്ടായില്ല, തീ ഇറങ്ങുന്നതിൽ അവിടെ പ്രശ്നമുണ്ടായില്ല. പക്ഷെ ദൈവിക വിടുതൽ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഹിതമില്ലാത്തതെല്ലാം എടുത്ത് ഉടച്ചു കളയണം. അന്ന് രാത്രി യഹോവ അവരോട് കൽപ്പിച്ച്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്നു. അപ്പൊ 7 വയസ്സ് പറയുമ്പോൾ ഇവിടെ ഇവര് 7 വർഷമായിട്ട് മിദ്യാന്റെ അടിമയിൽ ജീവിക്കുകയാണ്, മിദ്യാന്റെ പീഡനത്തിൽ ജീവിക്കുകയാണ്. 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാൽ ബലിപീഠത്തെ ഇടിച്ച് അതിന്റെ അരികെ ഉള്ള അശേരാ പ്രതിഷ്ഠയെ വെട്ടിക്കളയുക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെടുത്ത് നീ വെട്ടി കളയുന്ന അശേര പ്രതിഷ്ഠയുടെ പുറകു കൊണ്ട് ഹോമയാഗം കഴിക്കാം. ഗിദെയോൻ തന്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. എന്നാൽ അവൻ തന്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ച് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു. പട്ടണക്കാർ രാവിലെ എഴുന്നേറ്റപ്പോൾ ബാലിന്റെ ബലിപീഠം ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതിനരികെയുള്ള അശേരാ പ്രതിഷ്ഠയും വെട്ടി കളഞ്ഞിരിക്കുന്നതും പണിതിരിക്കുന്ന യാഗപീഠത്തെങ്കിൽ ആ രണ്ടാമത്തെ കാള യാഗം കഴിച്ചിരിക്കുന്നത് കണ്ടു. ഇത് ചെയ്ത് ആരെന്ന് അവർ തമ്മിൽ ചോദിച്ചു. അന്വേഷണം കഴിച്ചപ്പോൾ യോവാഷിന്റെ മകനായി ഗിദെയോനാകുന്നു ചെയ്തത് എന്ന് കേട്ടു. പട്ടണക്കാർ യോവാശിനോട്, നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക, അവൻ മരിക്കണം, അവൻ ബാലിന്റെ ബലിപീഠം ഇടിച്ചു അതിനരികത്ത് ഉണ്ടായിരുന്ന അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യോവാശ് തന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത്, ബാലിനു വേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത്, നിങ്ങളോ അവനെ രക്ഷിക്കുന്നത്? അവനു വേണ്ടി വ്യവഹരിക്കുന്നവൻ ഇന്നു രാവിലെ തന്നെ മരിക്കണം. അവനൊരു ദൈവമെങ്കിൽ തന്റെ ബലിപീഠം ഒരുത്തിന് ഇടിച്ചു കളഞ്ഞുകൊണ്ട് താൻ തന്നെ തന്റെ കാര്യം വിവരിക്കട്ടെ. അപ്പൊ ഇവിടെ യോവാഷിന്റെ മകൻ ഗിദെയോൻ ബാലിന്റെ ബലിപീഠവും അശേര പ്രതിഷ്ഠയൊക്കെ തകർത്ത് കളഞ്ഞപ്പോൾ ചുറ്റും നിന്ന ആളുകളും പട്ടണക്കാരും വന്ന് വീട്ടിലുള്ള കുടുംബക്കാരൊക്കെ വന്ന് ബഹളമുണ്ടാക്കി. ഇതാരാണ് തകർത്ത് കളഞ്ഞത്? ആ തകർത്ത് കളഞ്ഞവനെ കൊല്ലണം. അപ്പൊ തന്നെ ഗിദെയോന്റെ അപ്പനായ യോവാഷ് പറയുകയാണ്, എന്തിനാണ് അവന് വേണ്ടി ആ ബാൽ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നത്? അവൻ സാക്ഷാത് ദൈവമായിരുന്നെങ്കിൽ അവന്റെ കാര്യങ്ങൾ അവൻ തന്നെ നോക്കട്ടെ. ഒരു മനുഷ്യൻ വന്ന് ഇടിച്ചു കളഞ്ഞപ്പോൾ ആ ബലിപീഠം തകർന്നു പോയെങ്കിൽ പിന്നെ ആ ദൈവത്തെ എങ്ങനെ ദൈവം എന്ന് വിളിക്കുന്നത്? ഇന്നും നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലരും അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി വാളും വടിയായിട്ട് നടക്കുകയാണ്. നമ്മൾ യേശുവിനെ ദൈവമാക്കാൻ വേണ്ടി വാളും വടിയായിട്ട് നടക്കാറില്ല. നമ്മൾ യേശുവിനെ ദൈവമാക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. നമ്മുടെ പിന്തുണയും നമ്മുടെ പ്രോത്സാഹനവും നമ്മുടെ സപ്പോർട്ടും കൊണ്ടല്ല യേശു ദൈവമായത്. യേശു ദൈവമായതുകൊണ്ടാണ് നാം യേശുവിനോട് പ്രാർത്ഥിക്കുന്നത്. യേശു ദൈവമായതുകൊണ്ടാണ് നാം യേശുവിനെ വിശ്വസിക്കുന്നത്. യേശു ദൈവമായതുകൊണ്ടാണ് നാം യേശുവിനെ ആരാധിക്കുന്നത്. അപ്പൊ അങ്ങനെ പിതാക്കന്മാർ പിതാവ് പണിത ബലിപീഠങ്ങളും അശേര പ്രതിഷ്ഠയുമെല്ലാം അശേര പ്രതിഷ്ഠയെല്ലാം വെട്ടിക്കളഞ്ഞു. അപ്പനുള്ള ബാലിപീഠം ഇടിച്ചു കളഞ്ഞു, അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളഞ്ഞു. അങ്ങനെ
ഗിദെയോൻ ദൂതന്റെ വാക്ക് കേട്ട് ദൂതൻ പറഞ്ഞതുപോലെ തന്നെ താൻ പ്രവർത്തിക്കുകയും ആ ഇടിച്ചു കളഞ്ഞ ബലിപീഠത്തിൽ ഒരു യാഗപീഠം പണിത് അവിടെ 7 വയസ്സ് പ്രായമുള്ള കുട്ടിയെ യാഗമർപ്പിക്കുവാൻ ഇടയായി. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മള് ദൈവത്തിന് ഹിതമില്ലാത്ത മാറ്റിക്കളയുമ്പോൾ തന്നെ ദൈവത്തിന് ഹിതമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം. പലതും ഉപേക്ഷിക്കാറുണ്ട്. ദൈവത്തിന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ മകനും മകളുമായി കഴിയുമ്പോൾ പലതും ഉപേക്ഷിക്കാറുണ്ട്. പക്ഷേ ആ വചനം അനുസരിച്ച് ജീവിക്കാറില്ല. അതവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ കണ്ടോ, ബലിപീഠങ്ങളും അശേര പ്രതിഷ്ഠ എല്ലാം വെട്ടിക്കളഞ്ഞു. പക്ഷെ അവിടെ യഹോവയ്ക്ക് വേണ്ടി യാഗപീഠം പണിതു, അവിടെ ആ യാഗം അർപ്പിക്കുകയും ചെയ്തു. അതുകൂടെ നമ്മൾ ചെയ്യണം. ദൈവത്തിന് ഹിതമില്ലാത്തത് മാറ്റിക്കളയുക മാത്രമല്ല, ദൈവത്തിന് ഹിതമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത്. ഇവൻ അവന്റെ ബലിപീഠങ്ങൾ ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ ഇവന്റെ നേരെ വിവരിക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ അന്ന് യെരുബാൽ എന്ന് പേരിട്ടു. അനന്തരം മിദ്യാനരും അമാലേക്കരും കിഴക്ക് ദേശക്കാരെല്ലാവരും ഒലിച്ചുകൂടി ഇക്കരെ കടന്നു ഇസ്രായേൽ താഴ്വരയിൽ പാളയമിറങ്ങി. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. ഇനി ഇത് റൂട്ട് മാറുകയാണ്. ആദ്യം ഒരു പ്രവാചകനെ അയച്ചു, രണ്ടൊരു ദൂതനെ അയച്ചു. ഇനി ഇത് നമ്മുടെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് വരികയാണ്. ഗിദെയോൻ നേരിട്ട് രംഗത്തിറങ്ങുകയാണ്. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളം ഊതി അബിയേസ്രെ തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. ആദ്യം നമ്മൾ കണ്ടു, പ്രവാചകനെ കൊണ്ടുവന്നു. അവരെ തെറ്റ് തിരുത്തി, അവരെ തെറ്റുകളെ ബോധ്യപ്പെടുത്തി, അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. അവരെ തെറ്റുകൾ തിരുത്തി അവരെ ഓർപ്പിക്കുവാനിടയായി. രണ്ടാമത് നമ്മൾ കണ്ട് ഒരു ദൂതനെ സ്വർഗം അയച്ചു. ആ ദൂതനിലൂടെ ഗിദെയോനെ ബലപ്പെടുത്തി, ഗിദെയോനെ ശക്തീകരിച്ചു. കട്ടായി പോകുന്നത്. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളം ഊതി അബിയേസ്രെ തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. അപ്പോൾ ആദ്യം ഒരു പ്രവാചകനെ അയച്ച് ഇസ്രായേൽ മക്കളെ അവരുടെ തെറ്റുകളൊക്കെ തിരുത്തി അവരെ ഒന്ന് ക്രമീകരിച്ച് അവരെ കൊണ്ടുവന്നു. ശേഷം ദൈവം ഒരു ദൂതനെ അയച്ചു. ദൂതനിലൂടെ അതിനകത്തിൽ നിന്ന് ഒരു വ്യക്തിയെ പുറത്തു കൊണ്ടുവന്നു. അവന് കൊടുക്കേണ്ട ആലോചന കൊടുത്ത് അവനെ ധൈര്യപ്പെടുത്തി, അവനെ തെറ്റിദ്ധാരണകളിൽ മാറ്റി, അവനെ ശക്തീകരിച്ചു. ഇപ്പോൾ നാം കാണുന്നത് ദൈവം ഗിദെയോനെ തന്നെ ഉപയോഗിക്കുകയാണ്. നമ്മൾ കാണുന്നത്, അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളം ഊതി അബിയേസ്രെ തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. അവൻ മനശ്ശേയിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു. അവരെ തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. ഇനി ഞാൻ വേഗത്തിൽ ആ സന്ദേശം ക്ലോസ് ചെയ്യാം. നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശം പ്രധാന വിഷയം ഇതാണ്: ഭയം നിന്ന, അടിമയായിട്ട് നിന്ന വ്യക്തിയെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. പേടിച്ചെന്ന ഗിദെയോനെ, ഇപ്പോൾ ഭയപ്പെടുന്ന ഗിദെയോനെ ദൈവം ബലപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന്റെ ആത്മാവിനെ പകർന്ന് ഗിദെയോനെ ദൈവം ശക്തീകരിച്ചു. നമുക്ക് ബാക്കി ചരിത്രം അറിയാം. ആ ഗിദെയോനിലൂടെ ദൈവം എന്താണ് ചെയ്തത്? വലിയൊരു കൂട്ടം സൈന്യം ഗിദെയോന് പുറയിലുണ്ടെങ്കിലും അവരെ അത്രയും പേര് ദൈവം തെരഞ്ഞെടുത്തില്ല. അതിൽ നിന്നൊരു 300 പേരെ ദൈവം തെരഞ്ഞെടുത്ത് ഈ 300 പേരുടെ സഹായത്തോടു കൂടെ ഈ 300 പേരെ ദൈവം ഗിദെയോന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഈ 300 പേരെ കൊണ്ടാണ് 1,35,000 പേരുള്ള മിദ്യാന്യരെയും അതിൽ ഉള്ള അമാലേക്കർക്ക് വിരോധമായി അമാലേക്കർക്കെതിരായിട്ട് ദൈവം ഉപയോഗിച്ചത്. പറഞ്ഞതിന്റെ സാരം, ഭയം നിന്ന ഗിദെയോൻ ദൈവത്തിന്റെ കരത്തിൽ ഇണങ്ങിയ ആയുധമായി മാറിയപ്പോൾ ചുരുങ്ങിയ പേരെങ്കിലും ആ ചുരുങ്ങിയ പേര് കൊണ്ട് ആ വലിയ സൈന്യത്തെ ഇല്ലാതാക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് നിങ്ങൾ വിശ്വസിച്ചോ? കർത്താവ് നിങ്ങളെ കരത്തിൽ ഉപയോഗിക്കുമ്പോൾ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര ശക്തമാണെങ്കിലും അതിന് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ജയം നിങ്ങളുടെ പക്ഷത്ത് തന്നെയാണ്. ജയം നിങ്ങളുടെ മേൽ തന്നെയാണ് സംഭവിക്കുന്നത്. ഇന്ന് പകൽ വിശ്വസിച്ചു. ഭയം നിന്ന, പേടിച്ചു നിന്ന ഗിദെയോൻ
ആ ഗിദെയോനെ ദൈവം കരത്തിൽ ഉപയോഗിച്ചപ്പോൾ, ഗിദെയോന്മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ, ആ ഗിദെയോനിലൂടെ ആ മിഥ്യാന്യരെ, തനിക്ക് വിരോധമായി നിന്ന മിഥ്യാന്യരെ ദൈവം ഇല്ലാതാക്കുവാൻ ഇടയായി തീർന്നു. ഇല്ലാതാക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് വിശ്വസിച്ചോ, കർത്താവ് നിങ്ങളെ കരത്തിൽ ഉപയോഗിക്കാൻ പോകുകയാണ്. വലിയൊരു സൈന്യമുണ്ടായിരുന്ന കൂട്ടത്തിൽ, പക്ഷെ അതിനെല്ലാം മാറ്റി, പല പരീക്ഷകളിലൂടെ അവർ മാറ്റി. ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം മാറ്റിയിട്ട് അവരിന്ന് ഒരു 300 പേരെ ദൈവം തെരഞ്ഞെടുത്തു. ആ 300 പേരുമായിട്ടാണ് ഗിദെയോൻ യുദ്ധത്തിന് പുറപ്പെട്ടത്. ആ 300 പേരെ കൊണ്ട് ചെന്ന് മിദ്യാനിന്മേൽ ജയം കൈവരിക്കുവാൻ ഇടയായി. ഇന്ന് നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങളുടെ കൂട്ടത്തിൽ ചെറിയ കൂട്ടമായിരിക്കാം, പക്ഷെ ദൈവം തെരഞ്ഞെടുത്ത ആളുകളാണെങ്കിൽ കൂട്ടത്തിൽ കൂടെ ഉണ്ടെങ്കിൽ പരാജയമല്ല സംഭവിക്കാൻ പോകുന്നത്, ജയം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതുപോലെ കർത്താവ് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചത്, തെറ്റിദ്ധാരണകൾ മാറ്റി കർത്താവ് കൂടെ ഉണ്ടെന്ന വിശ്വാസത്തോടെ നിങ്ങൾ സ്റ്റെപ്പ് വെച്ചാൽ നിശ്ചയമായും ലക്ഷ്യസ്ഥലത്തെത്തുവാൻ ഇടയാകും. ഇന്ന് വരെ എന്നെ ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച് യേശുവിൽ നിങ്ങൾ ധൈര്യപ്പെടുത്തി നിങ്ങൾ സ്റ്റെപ്പ് വെച്ച് നിശ്ചയമായും ലക്ഷ്യസ്ഥലത്തെത്തുവാൻ ഇടയാകും. ഞാൻ വാക്കുകളെ നടത്തുകയാണ്.